പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ മാറാനാഥ ഫുൾ ഗോസ്പൽ ചർച്ചിലെ ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോട് ഒരുമിച്ച് ദൈവസന്നിധി നിന്ന് ആരാധിക്കുവാനും ദൈവത്തിൻ്റെ വചനം പങ്കിട്ട് സന്തോഷിക്കുവാനും തമ്പുരാൻ നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ്, പദവിയാണ് എന്ന് കരുതി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഈ രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചെല്ലുവാൻ സമയമുണ്ടോ എന്നെനിക്ക് ഉറപ്പില്ല. എങ്കിലും ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യവും റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യവും ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. റോമർ 8:18 കൂടെ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഒരു നിമിഷം കൂടെ തലവണക്കി ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മുടെ മധ്യേ ഓളം വെട്ടട്ടെ, ഒരു നദിയായി ഒഴുകട്ടെ. ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളുവാനുള്ള ദാഹത്തോടുകൂടെ നമുക്കായിരിക്കാം. വായി തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം. ശരീരത്തിൽ പരിശുദ്ധാത്മശക്തി വ്യാപരിക്കുന്ന അറിയുന്നവർ ആ കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച്, അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ദൈവം തരുന്ന ഭാഷയിൽ ഉടവലബലവ ശബ്ദരാജകൾ കമലകതര ഭക്ഷ്യ കെട്ടുപൊട്ടുന്നത് പോലെ, ബന്ധനങ്ങൾ അഴിയുന്നത് പോലെ, മട പൊട്ടുന്നത് പോലെ ഒരു കുത്തൊഴുക്ക് ഇന്ന് സഭയിൽ ഉണ്ടാകേണ്ടതിനായിട്ട് ദൈവകരത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ആരാധിക്കുമ്പോൾ തന്നെ വിടുതലുകൾ ഉണ്ടാകുകയാണ്. വചനം കേൾക്കുമ്പോൾ തന്നെ ബന്ധനങ്ങൾ പൊട്ടി മാറുകയാണ്, തടസ്സങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ്, പുതുവഴികൾ തുറന്ന് തുറന്ന് തുറന്നു വരികയാണ്. സുരേജകൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റിബാരഗസീനൽ കമനാദനഷ്. പരിശുദ്ധ പിതാവേ, തിരുവെഴുത്ത് തുറന്നിരിക്കുന്നു, ഹൃദയങ്ങളെ തുറക്കണമേ, തിരുസ്വരം ഞങ്ങളെ കേൾപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അടുത്ത 1 മണിക്കൂർ കൊണ്ട് ദൈവം ഏൽപ്പിച്ച ചില ആലോചനകൾ, അടുക്കും ചിട്ടയൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല, എന്നാൽ അപ്പോഴപ്പോൾ പ്രകാശിപ്പിക്കുന്ന ദൈവിക സന്ദേശം പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. നമ്മൾ വായിച്ച ആദ്യത്തെ വേദഭാഗം ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. ശരിക്കും അത് 26 വരെ വായിക്കേണ്ടതാണ്. എന്നാൽ ആദ്യ ഭാഗം മാത്രം വായിച്ച് തുടങ്ങുകയാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. വാക്ക് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് റെഫ്യൂസ് ദ ലസ്റ്റ് ഓഫ് ഫ്ലഷ്. ഇത് പരിശുദ്ധാത്മയുഗമാണെന്ന് തിരിച്ചറിയുന്നവർ കരങ്ങൾ ഉയർത്തൊരു സഹോദരൻ പറഞ്ഞേ. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരെ കൂട്ടിവരുത്തിയിട്ട് അവരെ ബോധവൽക്കരിക്കുമ്പോൾ കർത്താവ് ഫോക്കസ് ചെയ്ത 3 കാര്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ
നമ്മളത് കാണുന്നു. ഒന്നുറക്കെ വായിച്ചാൽ ആരെങ്കിലും ഒരാൾ പെട്ടെന്നൊന്ന് വായിച്ച്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ വായിച്ചു. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്പർ 1 ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. പിന്നെ താൻ ജീവിച്ചിരിക്കുന്നു എന്ന്. നമ്പർ 2 താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 3-ാമത്തെ കാര്യം, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി, പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. സ്തോത്രം. 3 കാര്യങ്ങളാണ് കർത്താവ് പ്രധാനമായി അവരെ പഠിപ്പിച്ചത്. സ്തോത്രം. ഒന്നാമത്, ആമേൻ, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, അങ്ങനെ അത് തുടങ്ങുന്നത്, അവൻ പ്രത്യക്ഷനായി. സ്തോത്രം. തിരുവെഴുത്തിൽ മാത്രമേ അങ്ങനെ കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും പ്രത്യക്ഷനാകുന്നൊരവസ്ഥ കാണുന്നുള്ളൂ. കഷ്ടം വരുമ്പോൾ ശത്രുവും ലോകവും വിധി എഴുതുന്നത് ഇനി അവനെ കാണത്തില്ലെന്നാ, അവൻ്റെ പേര് തീർന്നെന്ന, അവൻ്റെ ചരിത്രം അവസാനിച്ചെന്ന, ഇതോടുകൂടി അവൻ്റെ സ്റ്റോറി തീർന്നെന്ന. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. കാൽവരി ക്രൂശിൽ അവൻ തീർന്നവനല്ല, അവൻ്റെ ചരിത്രം അവസാനിച്ചതല്ല. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ അവിടെ ഇന്ന് രാത്രി ദൂത് ഞാൻ വിളിച്ചു പറയാം. ഏത് കഷ്ടവും വന്നോട്ടെ, ഏത് പ്രതിസന്ധിയും വന്നോട്ടെ, അതിൻ്റെ മേൽ ജയമെടുത്ത് അതിൻ്റെ മേൽ നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി വീണ്ടും മറ്റുള്ളവരുടെ മുമ്പാകെ ജയത്തോടെ പ്രത്യക്ഷമാക്കി നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുത്താണ്. കഷ്ടങ്ങളോടുകൂടെ തീരുന്ന ജീവിതമല്ല ദൈവമക്കളുടേത്. കഷ്ടത്തിന് ശേഷവും നിന്ദിച്ചവരുടെ മുമ്പിൽ, കണക്ക് കൂട്ടിയവരുടെ മുമ്പിൽ, വിധി എഴുതിയവരുടെ മുമ്പിൽ നിന്നെ ജയത്തോടെ നിർത്തുവാൻ, വീണ്ടും പ്രത്യക്ഷനാക്കുവാൻ നിന്റെ കർത്താവ് മതിയായ ദൈവമാണ്. അതുകൊണ്ട് ആശങ്കകൾ വേണ്ട. ആമേൻ. ആ കർത്താവ് പറഞ്ഞത്, ആമേൻ, സ്തോത്രം, കഷ്ടം അനുഭവിച്ച ശേഷം അവൻ വീണ്ടും പ്രത്യക്ഷനായി. അവരെ പഠിപ്പിച്ച ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ ഊന്നി പറയട്ടെ. സ്തോത്രം. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് തെളിയിച്ചു കൊടുത്തു. ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാനായിട്ട് യേശു കർത്താവ് ഒത്തിരി ദൃഷ്ടാന്തങ്ങൾ, അനേക ദൃഷ്ടാന്തങ്ങൾ, അനേക ഉദാഹരണങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. ഒരു സബ്ജക്റ്റ് അവരെ ചങ്കിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഏതാണെന്നറിയാവോ? ഞാൻ മരിച്ചവരല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അത് വിശ്വസിക്കാനായിട്ട്. എന്തിനാ അതങ്ങനെ പഠിപ്പിച്ചെന്നറിയാമോ? ആമേൻ. ഇനി അവർ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, വാളിൻ്റെ മുമ്പിൽ, രാജാക്കന്മാരുടെ ചെങ്കോലിൻ്റെ മുമ്പിൽ, ഉഗ്രശാസനകളുടെ മുമ്പിൽ, പീഡനങ്ങളുടെ മുമ്പിൽ, മരണത്തിൻ്റെ മുമ്പിൽ, കൊടുങ്കാറ്റുകളുടെ മുമ്പിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അകത്തൊരു വിശ്വാസം വേണം. ഞങ്ങൾ ആരാധിക്കുന്നത് മരിച്ച ദൈവത്തെയല്ല, ഇന്നും ജീവിക്കുന്ന കർത്താവിനെയാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളിവിടെ വായും പൂട്ടിയിരിക്കാൻ ഇന്ന് രാത്രി ഞാൻ സമ്മതിക്കുകയില്ല. ആമേൻ. സ്തോത്രം. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചാലേ നമുക്ക് പ്രതിസന്ധിയെ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. പ്രയാസങ്ങൾ വരുമ്പോൾ വാടിപ്പോകാതിരിക്കണമെങ്കിൽ, തളർന്നു പോകാതിരിക്കണമെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഉറച്ചെന്ന് പറയണം, ആമേൻ, സ്തോത്രം, എൻ്റെ കർത്താവ് ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് തെളിയിച്ചു കൊടുത്തു. സ്തോത്രം. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് അവിടെ ഒന്ന് ഊന്നി പറയാൻ ആഗ്രഹിക്കുക. ആമീൻ. എത്ര പേര് നിരാശയോടെ വന്നിട്ടുണ്ട്, എത്ര പേര് ചിന്താകുലത്തോടെ വന്നിട്ടുണ്ട്, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠയോടുകൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? സ്തോത്രം. നിങ്ങളുടെ അപ്പച്ചൻ ഉയരത്തിലുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. ആമേ, സ്തോത്രം. ആ കർത്താവിനറിയാം നാളെ എന്താണ് നിനക്ക് വേണ്ടതെന്ന്. ആമേ, ആ കർത്താവിനറിയാം ഇന്ന് രാത്രി ഏത് വിഷയമാണ് താങ്കളെ അലട്ടുന്നതെന്ന്. അത് അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അങ്ങനെയുള്ളവർ ആ കർത്താവിനെ കൈയടിച്ചൊരു മഹത്വം കൊടുത്താട്ടെ. അവൻ ഇന്ന് രാത്രി ഇവിടെ പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അവൻ നമ്മുടെ മധ്യത്തിൽ ഉലാവുന്നുണ്ട്. അവൻ ജീവിക്കുന്നു എങ്കിൽ ഞാൻ ഭാരപ്പെടേണ്ട കാര്യമില്ല, ഞാൻ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നിരാശപ്പെടേണ്ട കാര്യമില്ല, ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല. എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ്. അവൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാറ്റിനും പരിഹാരമുണ്ട്.
കർത്താവ് പിന്നീട് ഊന്നിപ്പറഞ്ഞ മറ്റൊരു കാര്യമാണ്, എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കണം. യെരൂശലേം വിട്ട് ഇപ്പം ആരും പോകണ്ട, ഇത് പ്രാപിച്ചിട്ട് വീട്ടിൽ പോയാൽ മതിയെന്ന് ഒരു സ്തോത്രം പറഞ്ഞാണ്. സ്തോത്രം. നമ്മൾ സമുദായ കോട്ട വിട്ട് ഇറങ്ങിയത് എന്തിനാ? സ്തോത്രം. ജാതീയ മണ്ഡലങ്ങൾ വിട്ട് ഇറങ്ങിയത് എന്തിനാ? ഇങ്ങനെ ഒരു ഹോള് വാടകയ്ക്കെടുത്ത് ഇതിനകത്തിരുന്ന് ആരാധിക്കാനാണോ? ആമേൻ, സ്തോത്രം. പ്രധാനപ്പെട്ടൊരു ലക്ഷ്യമുണ്ട്. ആത്മാവിൻ്റെ നിറവിൽ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനാ. സ്തോത്രം. അതിനുവേണ്ടി ഇറങ്ങിയവരല്ലേ നമ്മളെ? അത് അവസരം കിട്ടിയപ്പോൾ അത് പാഴാക്കുന്നത് ശരിയാണോ? ദൈവനാമത്തിന് മഹത്വമുണ്ട്. ഞാൻ IPCയുടെ ഒരു സെൻട്രൽ പാസ്റ്ററാണ്. സ്തോത്രം. ഇടുക്കിയിലാണ്, അടിമാലിയിലാണ് താമസിക്കുന്നത്. സ്തോത്രം. ദീർഘവർഷങ്ങൾ തൃശ്ശൂരായിരുന്നു. ഒരു 6 വർഷമായിട്ടുള്ളൂ ഞാൻ ഇടുക്കിയിലേക്ക് പോയിട്ട്. അതിന് മുമ്പ് എൻ്റെ മിനിസ്ട്രി, ബൈബിൾ സ്കൂൾ പഠനം എല്ലാം കഴിഞ്ഞ് എൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത് ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യയുടെ ഓഫീസ് സ്റ്റാഫായിട്ടാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുഷ്ഠരോഗ ആശുപത്രിയിലും മാനസിക രോഗ ആശുപത്രിയിലൊക്കെ പോകാറുണ്ട്. അവിടെയുള്ള രോഗികൾക്ക് വേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്യുവാനായിട്ട്, അവിടെയുള്ള ഓഫീസിൽ അത്യാവശ്യ സാധനങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ അത് സപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ഞങ്ങൾ പോകും. അങ്ങനെ രോഗികളെ കാണാനായിട്ട് പോകുമ്പോൾ അവരെല്ലാം ഓഡിറ്റോറിയത്തിൽ വിളിച്ചു വരുത്തി ഞങ്ങളൊരു പാട്ടും ഒരു പ്രസംഗമൊക്കെ നടത്താറുണ്ട്. ഇതുപോലെ വലിയൊരു ഓഡിറ്റോറിയത്തിൽ കുഷ്ഠരോഗികൾ മാത്രം വന്നിരിക്കുന്ന രംഗം നിങ്ങൾക്കൊന്ന് ഭാവനയിൽ കാണാമോ? ആമേൻ, സ്തോത്രം. കണ്ണിൻ്റെ സ്ഥാനത്ത് 2 ദ്വാരങ്ങൾ മാത്രമുള്ള, ഈ മൂക്ക് അറ്റുപോയിട്ട് ഇവിടെ 2 ദ്വാരങ്ങൾ മാത്രമുള്ള, സുന്ദരന്മാരും സുന്ദരിമാരുമല്ലാത്ത, കണ്ണാടിയിൽ നോക്കിയിട്ടും മതി വരാത്ത നിങ്ങൾ ഒരു നിമിഷം, സ്തോത്രം, ഈ മൂക്കിനെ ഓർത്ത് സ്തോത്രം പറയണം കേട്ടോ. ഹല്ലേലൂയ. ദൈവം നന്നേ കണ്ണിനെ ഓർത്ത് സ്തോത്രം പറയണം കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ കൈ ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചാൽ, സ്തോത്രം, ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചേ കുറ്റിയായിട്ട്. ആമേൻ. ഈ കൈയുടെ സ്ഥാനത്ത് കുറ്റി വിരലുകളുള്ള കൈ, സ്തോത്രം. ഈ കുറ്റി വിരലുള്ള കൈ വെച്ചൊരു പാട്ട് പാടുമ്പോൾ ആ പാവങ്ങൾ, ആമേ, സ്തോത്രം, മൂക്കില്ലാത്തവർ, കണ്ണില്ലാത്തവർ, കൈയും കാലും അറ്റുപോയവർ, ആ മുറിക്കൈ കൊണ്ട്, ഹല്ലേലൂയ, അറ്റുപോയ പകുതി വിരലുകൾ കൊണ്ട് കൈയടിച്ച് പാടുന്നത് കണ്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ട് എൻ്റെ. ഹല്ലേലൂയ. എൻ്റെ ഉള്ളു തകർന്നിട്ടുണ്ട്, എൻ്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകിയിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് പൂർണ്ണമായ 5 വിരലുകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഉടബലപക്ഷ കരങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് വായ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഉടബലപക്ഷ ഇന്ന് രാത്രി ദൈവാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ റബാഷിഖാനബ റാന്തര വൈഡക ജഗൽഖമനവക്ഷിയ, അവതിന് ഇത്ര മനോഹരമായി ഒരുക്കിയെടുത്തെങ്കിൽ, ഇത്ര രൂപഭംഗിയിലേക്ക് നിന്നെ കൊണ്ടുവന്നെങ്കിൽ, ഈ രാത്രി ദൈവത്തെ ആരാധിക്കണം. ഒരു കുറവും വരുത്താൻ പാടില്ല. എത്ര ശ്രേഷ്ഠമായിട്ടാണെന്നറിയാമോ തമ്പുരാൻ നമ്മളെ വഴി നടത്തുന്നത്? ഒരു നിമിഷത്തെ ഒരു ടെൻഷൻ മതി, സ്തോത്രം, മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടം മതി നമ്മുടെ സമനില തെറ്റാനായിട്ട്. സ്തോത്രം. മാനസിക ഒരു ആശുപത്രിയിൽ ഞങ്ങൾ കടന്നുപോയപ്പോൾ അസുഖം മാറിയിട്ടും വീട്ടിൽ കൊണ്ടുപോകാത്ത സുന്ദരികളായ, ആമേ, സ്തോത്രം, ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ ഞങ്ങൾ കണ്ടു. സ്തോത്രം. വീട്ടുകാർ ഏറ്റെടുക്കാൻ തയ്യാറല്ല, പേരൻസ് ഏറ്റെടുക്കാൻ തയ്യാറല്ല. അസുഖം മാറിയതാ, പക്ഷെ കൊണ്ടുപോകത്തില്ല. അവരവിടെ തഴഞ്ഞിട്ടേക്കുക. കാരണം വീട്ടിൽ വേറെ പെമ്പിളൊരു പ്രായമായിട്ട് നിൽക്കുന്നു, വീട്ടിലാണുങ്ങളുണ്ട്, അവരെ കല്യാണം നടക്കത്തില്ല. ഇവരിപ്പോൾ അസുഖം മാറിയതായിരിക്കാം, ഇവൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വിവാഹം നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. സുബോധം തന്ന ദൈവത്തിന് ഈ രാത്രി ഒരു സ്തോത്രം പറഞ്ഞാട്. ഓ റിബൽഖമനഗദനവശിയ, ഓ റിബാരവശൗഡഗജാനഗസ്യ, ഈ രാത്രി ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ആ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ആത്മാവിനെ അനുസരിച്ച് നടക്കുക, എന്നാൽ നീ ജഡത്തിന്റെ ഇഷ്ടം നിറവേറ്റുകയില്ല. ദൈവത്തോട് നമ്മൾ എത്ര നന്ദിയുള്ളവരായിരിക്കണം പ്രിയമുള്ളവർ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ആമൻ അതിനുവേണ്ടി കാത്തിരിക്കണം, അതിനുവേണ്ടി സമയം ചെലവഴിക്കണം, അതിനു വേണ്ടിയിട്ട് ദാഹത്തോടെ ഇരിക്കണം. അത് പ്രാപിച്ചിട്ടേ വീട്ടിൽ പോകാവൂ. ആവലുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ഞാൻ ആ ഭാഗത്തേക്ക് പോകട്ടെ, മറ്റൊരു ഭാഗത്തേക്ക് തിരികെയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഭൂമുഖത്ത് ഏതെല്ലാം ആത്മാക്കൾ ഇങ്ങനെ വവ്വാലുകളെ പോലെ കറുത്ത രൂപികളായി, അതിൻ്റെ ഭാവനയിലും പറയാം, ദുരാത്മശക്തികൾ പറന്ന് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ആമേൻ. വേദപുസ്തകം ഒരുപാട് ദുരാത്മാക്കളെ കുറിച്ച് പറയുന്നത്. അത് ഊമയുടെ ആത്മാവ്, ആമേൻ, ഭൂതാത്മാവ്, അശുദ്ധാത്മാവ്, ആമേൻ, പിശാചിൻ്റെ ആത്മാവ്, ഇങ്ങനെ ഒത്തിരി ആത്മാക്കൾ ആമേനെ പറന്ന് നടക്കുന്ന ഈ അന്തരീക്ഷത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സ്തോത്രം. അവർ ചുമ്മാ പറന്ന് നടക്കുകയല്ല. ഹല്ലേലൂയ. എവിടെ കയറണം, ആരിൽ കയറണം, ആരുടെ മക്കളിൽ കയറണം, ഏത് അപ്പനിൽ കയറണം, ഇത് അമ്മയിൽ കയറണമെന്ന് വിചാരിച്ച് അവരിങ്ങനെ പറന്ന് നടക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് വരെയും അതൊന്നും നിന്നെ തൊടാതെ വണ്ണം, അതൊന്നും നിന്നെ തൊടാതെ വണ്ണം, നിന്റെ കുടുംബത്തിൽ കയറാതെ വണ്ണം, നിന്റെ മക്കളെ പിടിക്കാതെ വണ്ണം, നിന്റെ കുടുംബത്തിൽ ആധിപത്യം സ്ഥാപിക്കാതെ വണ്ണം, നിനക്ക് യേശുവിന്റെ രക്തം കൊണ്ട് ലാമിനേറ്റ് ചെയ്ത ദൈവത്തിന് ഈ രാത്രി ഒരു മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർക്കായി നാം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുള്ളത് കൊണ്ടാ മറ്റത് കയറാത്ത. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. എവിടെ കയറണമെന്ന് വിചാരിച്ച് നടക്കുക. ആമേൻ. കർത്താവ് സുവിശേഷത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഒരു മനുഷ്യനിൽ നിന്ന് ദുരാത്മാവ് പുറപ്പെട്ടു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ മനുഷ്യനിൽ നിന്ന് ദുരാത്മാവ് ഇതിനെ ഇറക്കി വിടാൻ വലിയ പാടാണ്. സ്തോത്രം. ഇത് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ പുള്ളി എങ്ങനെ ഇറങ്ങിപ്പോയേ? ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പുള്ളീനെ ഞാൻ എൻ്റെ ഭാവനയെ കണ്ടതാ. ഒരു യോഗത്തിന് ഞാൻ പോവാ, നീ പോരുന്നു? സ്തോത്രം എന്ന് ചോദിച്ചു. അപ്പോൾ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഇപ്പോൾ കൂട്ടുകാരനായാലും യോഗത്തിന് കൊണ്ടുപോയി. കൺവെൻഷൻ പന്തലിലേക്ക് കയറിയും ദുരാത്മാവ് പുറത്ത് ചാടി. കാരണം ദുരാത്മാവിന് അവിടെ അകത്തിരിക്കാൻ പറ്റത്തില്ല. അവിടെ കത്തുന്നത് തീയ. ഇത് ചുമ്മാ പറഞ്ഞതല്ല. ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെക്കേഷൻ വർക്കിന് വേണ്ടി ഇടുക്കിയിൽ പോയി, പണിക്കൻകുടി എന്ന സ്ഥലത്ത് ഇരണ്ടിരണ്ടായിട്ട് ഇങ്ങനെ ആമേ സുവിശേഷം അറിയിക്കാൻ പോവുക. ഒരു ഒതുക്കുകല്ലുകൾ കയറി ഒരു വൈക്കോല് മേഞ്ഞ വീടിൻ്റെ ഇഷ്ടിക കൊണ്ട് ചുട്ടൊരു വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഇവിടെ ആരുമില്ലേ എന്ന് വിളിച്ചു ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേര് കൊച്ചുപദേശിമാരെ പഠിക്കാൻ പോയപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി പോയതാ. പക്ഷെ തീയാ ഞങ്ങളെല്ലാവരും. സ്തോത്രം. അപ്പോൾ ഒരു സഹോദരി, നല്ല വെളുത്ത് കൊലുന്നിലുള്ളൊരു സഹോദരി, ഒരു കൊച്ചിനെ ഒക്കത്ത് വെച്ചിട്ടുണ്ട്. മൂക്കിട്ട് വിളിക്കുന്ന നെക്കിട്ട് ഒരുത്തൻ കരഞ്ഞുകൊണ്ട് ആമേൻ തൊട്ട് താഴെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കർത്താവായ യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്ന, യേശു പാവങ്ങളെ മോചിക്കുന്നവനാ, യേശു രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാ എന്ന് പറയല്ല. ഈ സഹോദരി വാഴ വെട്ടിയിട്ടതുപോലെ അങ്ങ് വീണു, കമന്നടിച്ച് അവിടെ കിടക്കുക. ഞങ്ങൾ വിറച്ചു, കിലികളെ വിറച്ചു. ഞങ്ങൾ എന്താ ചെയ്യുക? ചുറ്റുപാടും നോക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഭർത്താവ് ഇതാ ആ സ്തോത്രം നടക്കലിൽ കയറി വരുന്നു. ഞങ്ങളുടെ അകവാള് വെട്ടിപ്പോയി. സ്തോത്രം. ഈ മനുഷ്യനോട് എന്നാ മറുപടി പറഞ്ഞു? അപ്പം ഞങ്ങൾ പറഞ്ഞു, സ്തോത്രം, എൻ്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ സുവിശേഷം പറഞ്ഞതേ ഉള്ളൂ, വേറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ചേച്ചി ഇതാ വീണ് കിടക്കുന്നു. അപ്പോൾ പുള്ളി പറയാ, നിങ്ങൾ പേടിക്കണ്ട, അത് മെനക്കെട്ട് അങ്ങനെ വീഴുന്നതാ, അത് അവൾക്ക് പതിവാ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു, അതെന്താ കാര്യം? എന്നല്ല പിശാചല്ലായിരിക്കുമെന്നേ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഒരു പ്രാർത്ഥന വെക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ പിശാചിനെ ഓടിച്ച് കളയാമെന്ന് പറഞ്ഞു. പുള്ളി നിങ്ങൾ എന്നെ വേണമെങ്കിൽ ചെയ്തു. സ്തോത്രം. പുള്ളി മടുത്തു. ഞങ്ങളൊരു 10-12 പേരുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസം വീട്ടിൽ ചെന്നു. ആ കൊച്ചു വീടിൻ്റെ ഒറ്റമുറിയുടെ ചുറ്റും ഇങ്ങനെ വട്ടം ഇരിക്കുക, പായൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ സ്തോത്രം ഒരു സൈഡിലായിട്ട് ആ സഹോദരൻ ഇരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലൊരു തമ്പേറുണ്ട്. ഞങ്ങൾ അടിച്ച് വീക്കി പാട്ട് പാടുക. സ്തോത്രം. പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പേടിച്ചിങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. പേടിച്ചൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് സന്തോഷത്തിലായി, പാട്ടിലിങ്ങനെ ആകുമ്പോൾ എൻ്റെ ചിന്തയിൽ ഈ തമ്പേർ ഇങ്ങനെ വായുവിലൂടെ പൊങ്ങിപ്പോകുന്നത് പോലെ എനിക്കൊരു സംശയം. പൊങ്ങുന്നുണ്ടോ? ആമേൻ. ഇല്ല, കയ്യിലില്ല. പൊങ്ങുന്നുണ്ടോ? സ്തോത്രം. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഈ സൗരി തമ്പേർ കയറി പിടിച്ചേക്കുക. സ്തോത്രം. പിടിച്ച് വലിക്കുക. എടാ സൗരി പറയാ, അയ്യോ തീ കത്തുന്നേ എന്ന്. ആമേൻ. ഇത് കേൾക്കുകയല്ല. ഞാൻ പറഞ്ഞു, എന്ന് പറഞ്ഞ് പേടിച്ച് പറഞ്ഞതാ. സ്തോത്രം. അഭിഷേകത്തിൽ പറഞ്ഞാളൊന്നും എനിക്കറിയില്ല. സ്തോത്രം. പേടിച്ച് പറഞ്ഞ, പക്ഷെ പിശാച് പോയി. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ.
ഉടനപക്ഷിയ ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ കൃപ കൊണ്ട് ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ മുഖത്തെ ആദരിച്ചത് കൊണ്ട്, പ്രാർത്ഥന കേട്ടതുകൊണ്ട് ആ ബന്ധനം കെട്ടഴിഞ്ഞു പോയി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവിടെ കത്തുന്നത് തീയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഉടവലപക്ഷിയ ഹല്ലേലൂയ. ആത്മാവിൻ്റെ തീ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക, ആത്മാവിൻ്റെ അഗ്നി ഇവിടെ ജ്വലിച്ചു കൊണ്ടിരിക്കുക. ഈ തൈക്കകത്ത് ബന്ധനങ്ങൾ കൊട്ടിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, കെട്ടുകൾ പൊട്ടി മാറട്ടെ. പക്ഷിയ എല്ലാ ചപ്പും ചവറും ജഡത്തിൻ്റെതായ എല്ലാ സ്വാധീനങ്ങളും ഇന്ന് രാത്രി ഇവിടുത്തെ ആരാധനയിൽ കത്തുന്ന തീക്കകത്ത് കരിഞ്ഞു പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുമ്പോൾ ആ കരങ്ങൾ അടിച്ച് എല്ലാവരും ദൈവത്തെ ഒന്ന് ആരാധിക്കുക. ഇത് തീയാണ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇവിടെ കത്തുകയാണ്. ഓ റബലബലപക്ഷ ദുഷ്ടന്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ, ഇരുട്ടിന്റെ ശക്തികളെ തകർക്കുവാൻ, ദുരാത്മ വ്യാപാരങ്ങളെ തുരത്തുവാൻ ഇന്ന് വ്യാപരിക്കുന്ന ആത്മാവിന്റെ തീയ് ആമേൻ ജീവിതങ്ങളിലേക്ക് ആളി പടരുകയാണ്. അടുത്തിരിക്കുന്ന ആളിലേക്ക് കയറി പിടിക്കുന്ന ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ഓ റബ ശിഖ ബാബ. ഫെലിസ്ത്യർ ശിംശോനെ ഒതുക്കുവാൻ നോക്കുക നോക്കിയപ്പോൾ ആര് പറഞ്ഞവനെ പുതിയ കയറ് കൊണ്ട് കെട്ടിയാൽ മതി. സ്തോത്രം. അവർ കൊണ്ടുവന്നൊരു പുതിയ കയറെടുത്ത്, പുതിയ കയറ് 2025 കയറ്. ഇപ്പോഴത്തെ കയറ് പലതും ഒരു 10-20 വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല. വേറെ കയറ്, പഴയ കയറൊക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ കാലത്ത്. 80s സ്തോത്രം, 90s പഴയ കയറായിരുന്നു. പക്ഷെ ഇപ്പൊ 2025 പുതിയ കയറാണ്. ഡിജിറ്റൽ യുഗത്തിന്റെ കയറ്. സ്തോത്രം. ഡിജിറ്റൽ യുഗത്തിന്റെ കയറ് കൊണ്ട് കുതിച്ച് ചാടേണ്ട പലതിനെ കെട്ടിവെച്ചിരിക്കുക പിശാച്. ആരാധിക്കേണ്ട പതിനെ കെട്ടിവെച്ചിരിക്കുക. ആമേ ഹല്ലേലൂയ. ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വായി തുറക്കണമെന്ന് ആഗ്രഹമുണ്ട്, കൈ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കൈയെ പിടിച്ച് കെട്ടിയ പുതിയ കയറിൻ്റെ ബന്ധനം ആമേ ഹല്ലേലൂയ കൈയടിക്കാൻ സമ്മതിക്കുന്നില്ല, അഭിഷേകം ജ്വലിപ്പിക്കുവാൻ അനുവദിക്കുന്നില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ ആ പുതിയ കയറിൻ്റെ കെട്ടഴിയണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ആഗ്രഹിക്കുന്നവർ ഉടഭാരകഥന ആത്മാവിൻ്റെ തീക്കകത്ത് ആ കെട്ടുപൊട്ടട്ടെ, ആ ബന്ധനം അഴിയട്ടെ. ആ കെട്ടഴിയട്ടെ. ആ കെട്ടഴിയട്ടെ, പുതിയ കയറിന്റെ കെട്ടഴിയട്ടെ. ഡിജിറ്റൽ യുഗത്തിന്റെ കെട്ടഴിയട്ടെ. ആമേസോ ദുസ്വാധീനങ്ങളുടെ പാപഭോഗങ്ങളുടെ കെട്ടഴിഞ്ഞു മാറട്ടെ. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ 144 സങ്കീർത്തനത്തിൽ 1-ാം വാക്യം അദ്ദേഹം പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കൈകളെ യുദ്ധത്തിന് ഉപയോഗിക്കണമേ എന്ന്. കൈകൾ മാത്രമല്ല, ഞങ്ങളുടെ യുദ്ധത്തിന് ഞങ്ങളുടെ കൈകളെയും പിന്നെ പോരിന് വിരലുകൾ. ശ്രദ്ധിക്കണം, വിരലുകൾ. യുദ്ധത്തിന് വിരൽ വേണോ? സ്തോത്രം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ കൈയുടെ ഏതെങ്കിലും ഒരു വിരൽ മുറിച്ചിട്ട് എവിടെയും കയറി പിടിക്കാമോ? പിടുത്തം മുറുകൂല. ആ കൈയുടെ പിടുത്തം മുറുകത്തില്ല. കാലിൻ്റെ ഒരു വിരൽ മുറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഊന്നി നിൽക്കാമോ? നിങ്ങളുടെ ചുവട് ഉറയ്ക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയിലെ കുഞ്ഞു പോലും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ സഭയുടെ അനുഗ്രഹത്തിന് അത് മസ്റ്റാ. ഒന്നിനെ പോലും അവഗണിക്കാൻ പാടില്ല. ചെറുതാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തണ്ട. അതുകൂടെ ഉണ്ടെങ്കിൽ ഈ സഭ സ്ട്രോങ് ആകത്തുള്ളൂ. എത്ര പേര് ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ? ഹല്ലേലൂയ. ഉടബലബലപക്ഷി ഒന്നിനെ മാറ്റി നിർത്താൻ ഒക്കത്തില്ല. ഒന്ന് മുറിഞ്ഞു പോയാൽ അത് ബലഹീനതയാണെന്ന് തിരിച്ചറിയുന്ന ദൈവജനം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഇനി ഞാൻ പറഞ്ഞു വരട്ടെ. സ്തോത്രം. പണ്ട് കാലത്ത് AK-47 തോക്കും ബോംബൊന്നും ഇല്ലായിരുന്നു. അന്ന് കുന്തം, ആമേ സ്തോത്രം, അമ്പും വില്ലൊക്കെയാണ് ആയുധങ്ങളായിട്ട് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നത്.
വില്ലിലേക്ക് അമ്പെടുത്ത് വെച്ചിട്ട് അതിനെ വലിച്ചു വിടണമെങ്കിൽ വിരലുകൾ വേണം. സ്തോത്രം. ഒരു കുന്തം മുറുകെ പിടിച്ചിട്ടാഞ്ഞെറിയണമെങ്കിൽ സ്തോത്രം വിരലുകൾ വേണം. അങ്ങനെയെങ്കിൽ പുതിയ നിയമ ശുശ്രൂഷയിലും നിന്റെ തലമേലൊഴിച്ച അഭിഷേക തൈലം പടർന്നു പിടിക്കേണ്ടത് നിന്റെ വിരലിലേക്കാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ വിരലുകളിലൂടെ ഒഴുകുന്ന അഭിഷേകം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹോദരൻ്റെ ശിരസിന്മേൽ എൻ്റെ എൻ്റെ കൈ ഞാൻ വെക്കുമ്പോൾ ആമേ, എൻ്റെ പവറല്ല ഒഴുകേണ്ടത്, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ വിരലുകളിലൂടെ ഈ സഹോദരൻ്റെ മേൽ ഒഴുകണമെങ്കിൽ എൻ്റെ വിരലുകളിൽ അഭിഷേകം വ്യാപരിക്കണമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ആ കരങ്ങൾ അടിച്ച ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. Oh, Rabashe, Rebeshe, Baba, Baba, Dorekatene, Rekandara, Rabashe, Rikada, Rabashe, Baba, Baba, Luda, Rabashandara, in the Virelegalil, Abhishekam Yavarikana, in the Virelegalil, Alma Shakti Yavarikana, in the Virelegal Abhishekam Irikana. It is a Tijigato. What you are browsing with your finger? What you are searching with your finger in your mobile phone? ഈ വിരലുകളല്ലേ അഭിഷേകത്തോടെ ആരാധിക്കേണ്ടത്? With this finger you are committing sin. Then how can the anointing flow through these fingers? ഷിബൽക്ക ഒന്ന് സബ്മിറ്റ് ചെയ്യാമോ? ഒന്ന് സമർപ്പിക്കാമോ? ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാമോ? ആമേൻ. എൻ കരങ്ങൾ, എൻ കാതുകൾ, എൻ കാലുകൾ വെണ്മയായി തീരട്ടെ, വെണ്മയായി തീരട്ടെ. ഉടവലപക്ഷി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ഞാൻ സ്തോത്രം. ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. ചില ബന്ധനങ്ങൾ ഈ രാത്രി അഴിഞ്ഞു മാറുകയാണ്. ചില ബേസിക് പ്രോബ്ലംസിന് മേൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വിരൽ ചൂണ്ടുകയാ. ഉടവലവശംധരാലവശയ ആ കെട്ട് പൊട്ടാമെങ്കിൽ ഒരു അഗ്നിപ്രവാഹം പോലെ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇന്ന് രാത്രി ഹോളിൽ ആളിക്കത്തുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുമ്പോൾ ഏറ്റെടുത്ത് ആരാധിക്കുന്നവർ ആമേൻ ആ കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ കൈകളിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ഉടരബലവശയ അത് യുദ്ധത്തിനുള്ളതാണ്, അത് യുദ്ധത്തിനുള്ളതാണ്. നിന്റെ വിരലുകൾ പോലും യുദ്ധത്തിനുള്ളതാണ്. നിന്റെ വിരലുകൾ പോലും യുദ്ധത്തിനുള്ളതാ. അതിന്റെ അഭിഷേകം നീ കളയരുത്. സ്തോത്രം. Walk in the spirit. Refuse the lust of flesh. ആത്മാവിനെ അനുസരിച്ച് നടക്ക്. എന്നാൽ നീ ജഡത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയില്ല. ഞങ്ങൾ പറയട്ടെ, ഈ ദാവീദ് രാജാവ് പാപം ചെയ്തപ്പോൾ ആത്മീയനായൊരു മനുഷ്യനറിയാം അപ്പൻ്റെ അടി കിട്ടുമെന്ന്. തെറ്റ് ചെയ്താൽ അപ്പൻ അടിക്കും. നാഥാം പ്രവാചകൻ ചെന്ന് കുറ്റം ചൂണ്ടിക്കാണിച്ചപ്പോൾ തറുതിലൊന്നും പറയാൻ നിന്നില്ല, നെടുമ്പാട് വീണ് കരഞ്ഞു, കുറ്റമേറ്റു പറഞ്ഞു. ആ മനുഷ്യനെ പരിശുദ്ധാത്മ വിളിച്ചത് ദ മാൻ ആഫ്റ്റർ ദ ഹാർട്ട് ഓഫ് ഗോഡ് എന്ന്. മാൻ ആഫ്റ്റർ ദ ഹാർട്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സ് തേടി നടക്കുന്ന മനുഷ്യനെന്ന, ദൈവത്തിൻ്റെ ഹൃദയം തേടി നടക്കുന്ന മനുഷ്യൻ. വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗോഡ്? അതാണ് തേടി നടക്കുക. എന്താണ് ദൈവത്തിൻ്റെ ഹിതം? ദൈവത്തിൻ്റെ മനസ്സിൽ എന്താണ് എന്നെക്കുറിച്ചുള്ളത്? ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ഈ സ്ഥാനത്ത്, എൻ്റെ ഈ സ്ഥാനത്ത് യേശുവായിരുന്നെങ്കിൽ യേശു എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? ഇതിൻ്റെ പേരെ ഈ മനസ്സ് തേടി നടക്കുകയാണ്. സ്തോത്രം. യുദ്ധം വരുമ്പോൾ നേരിട്ടെന്ന് ആമേ തെറി പറഞ്ഞ് രണ്ടടി കൊടുക്കുകയല്ല. കർത്താവെ, ഞാൻ ഈ പരീക്ഷയിൽ പിന്തുടരണമോ? കർത്താവ് പറഞ്ഞു, നീ പിന്തുടരും, അവൻ്റെ കയ്യിൽ ഞാൻ നിൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കാൻ പോവാം. മനസ്സ് തേടി നടക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനുതാപ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു,
നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തു. ദൂത് കേട്ടോണം, എനിക്കിഷ്ടമാണ്, പക്ഷെ നിനക്ക് അനിഷ്ടമാണ്. ബത്ശേബയെ എനിക്കിഷ്ടമാണ്, പക്ഷെ ആ റിലേഷൻഷിപ്പ് നിനക്ക് അനിഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിഷ്ടമാണെങ്കിലും നിനക്കനിഷ്ടമായത് ഞാൻ ചെയ്തു. ഇന്ന് രാത്രി ഞാനൊരു ചോദ്യം ചോദിക്കുക. കുഞ്ഞുങ്ങളോടാണ് എൻ്റെ ചോദ്യം. മക്കളെ, നിങ്ങൾക്കിഷ്ടമായിരിക്കാം, പക്ഷെ ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ വിട്ടുകളയാൻ തയ്യാറാണോ? ഇന്ന് രാത്രിയിൽ ഒരു സ്വതന്ത്രം പറഞ്ഞാടെ. ഓ റിവൽഖമ, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം. ആമേൻ. മുതിർന്നവരോടും എൻ്റെ ചോദ്യമുണ്ട്. നിങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കാം, പക്ഷേ ആ ഇഷ്ടത്തെ ദൈവത്തിന് ഇഷ്ടമില്ലെന്നറിയുമ്പോൾ വിട്ടുകളയാൻ മനസ്സുള്ള എത്ര പേര് ഈ രാത്രി ഇവിടെ ഇരിപ്പുണ്ട്? ആമേൻ. ഒരു ഒരുക്കത്തിൻ്റെ രാത്രിയായത്, വീണ്ടും ഒന്ന് കഴുകപ്പെടുന്ന രാത്രിയായത്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധൻ്റെ ആത്മാവാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമെങ്കിൽ ഹല്ലേലൂയ, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. കർത്താവേ, എനിക്കിഷ്ടമായതെല്ലാം നിനക്ക് ഇഷ്ടമാകണമെന്നില്ല. നിന്റെ ഇഷ്ടം എനിക്ക് മതി കർത്താവേ. മക്കളെ, നമുക്ക് ഇഷ്ടമായതെല്ലാം ദൈവത്തിന് ഇഷ്ടമാവണമെന്നില്ല കേട്ടോ. പക്ഷെ ഒരു വാക്ക് ചോദിക്കണം, അങ്ങക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് വേണ്ട. സ്തോത്രം. പുത്രൻ തമ്പുരാൻ പോലും പിതാവിനോട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഇത് മാറ്റിത്തരാവോ? വേണ്ട. സ്തോത്രം. അങ്ങനെ ഇഷ്ടം നടന്നാൽ മതി. സ്തോത്രം. നമുക്കുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുവാൻ തയ്യാറുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. വോക്ക് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതാ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുമ്പോൾ അനുസരിക്കാൻ തയ്യാറാകണം. അനുസരിക്കുന്നിടത്താണ് അനുഗ്രഹമുള്ളത്. 7 ദിവസം ഉപവാസം ഇരുന്നോന്നല്ല ദൈവം നോക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ദൈവം അരുളി ചെയ്തത് അനുസരിച്ചോന്നാ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇനി ആ ഒരു കാര്യം കൂടെ ടച്ച് ചെയ്തിട്ട് മുമ്പോട്ട് പോകാം. അവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എന്നെ പലപ്പോഴും പിടിച്ചു കുലുക്കിയ ഒരു ദൂതുണ്ട്. അദ്ദേഹത്തിന് അറിയാം പണിഷ്മെന്റ് കിട്ടുമെന്ന്. 51 സങ്കീർത്തനം വായിക്കാൻ സമയം എടുക്കുന്നില്ല. പണിഷ്മെന്റ് കിട്ടുമെന്നറിയാം. അതെങ്ങനെയായിരിക്കും? ഭാര്യമാരൊക്കെ മരിച്ചു പോവോ? തലയിലെ തൊപ്പി പോകുമോ? കിരീടം നഷ്ടമാകുമോ? ഈ കസേര പോവോ? പണ്ണാരം പോകും നഷ്ടമായി പണ്ടത്തെ പോലെ ഇടയ ചെറുക്കനായിട്ട് വീണ്ടും ആടിനെ വയ്ക്കാൻ പോണ്ടി വരുമോ? സ്തോത്രം. പലതും ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാം, എൻ്റെ ഭാര്യമാരൊന്നും നഷ്ടപ്പെടല്ലേ അപ്പാ, എൻ്റെ തൊപ്പി പോകല്ലേ അപ്പാ, എൻ്റെ കസേര എനിക്ക് നഷ്ടമാകല്ലേ, ഞാൻ ഇനിയും പണ്ടത്തെ അവസ്ഥയിലേക്ക് താണു പോകാനിടയാകല്ലേ. സ്തോത്രം. അങ്ങനെ ഒരു പ്രാർത്ഥന അവിടെ ഇല്ല. അദ്ദേഹം പ്രാർത്ഥിച്ച ഒറ്റയൊരു കാര്യമാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. ആ കരങ്ങൾ ഉയർത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആ കരങ്ങൾ ഉയർത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഉടമലവശി, ഇന്ന് രാത്രി ഞാനൊരു ദൂത് വിളിച്ചു പറയാം. എല്ലാം നഷ്ടമായാലും, എല്ലാം തകർന്നു പോയാലും, എല്ലാം കൈവിട്ടു പോയാലും, നിന്റെ അകത്ത് ആത്മാവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആ തകർച്ചയുടെ നടുവിൽ നിന്ന് നിന്നെ ഉദ്ധരിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരെ കരങ്ങൾ തട്ടി ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ റിവൽ ഖമനഗദരവശിയ. ഓ ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടാലും, എല്ലാം നഷ്ടപ്പെട്ടാലും ആത്മാവ് നഷ്ടപ്പെടരുത്. ആത്മാവ് നഷ്ടപ്പെടരുത്. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടരുത്. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടരുത്. പരിശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുവാൻ നിന്റെ ദൈവം വിശ്വസ്തനോ. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ എല്ലാം തകർന്നു കിടക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് വീണ്ടും നിന്നെ പൊക്കിയെടുക്കുവാൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ, ശൂന്യതയിൽ സൃഷ്ടി നടത്തുവാൻ,
മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിച്ചാൽ ആമേൻ, പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്നൊരു ഉദ്ധാരണം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഗൾഫിലുള്ളവരെല്ലാം ഭയങ്കര സുഖത്തിലാണെന്ന നാട്ടിലുള്ളവരുടെ ചിന്ത. പക്ഷേ ഗൾഫിലുള്ളവരുടെ ആദിയും വ്യാധിയും ഉത്കണ്ഠയും ആമേൻ വേറെയാ. സ്തോത്രം. ആമേൻ, നാട്ടിലെ ലോണ്, വീടിൻ്റെ ലോണ്, വയസ്സായ അപ്പനും അമ്മയും, അവരുടെ മരുന്ന്, പിള്ളേരുടെ പഠിത്തം, അവരുടെ ഫീസ്, ആമേൻ, ദിവസം പ്രതി കൂടി വരുന്ന കറണ്ട് ചാർജ്, വെള്ളത്തിൻ്റെ ചാർജ്, ആമേൻ സ്തോത്രം, അവിടുത്തെ ഫ്ലാറ്റിൻ്റെ വാടക, ഈ ഫ്ലാറ്റിൻ്റെ വാടക എന്ന് വേണ്ട വീതം വെച്ച് വരുമ്പോൾ ഒന്നിനും തികയാത്ത അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ആമേൻ ജോലിയും നഷ്ടമായി, അല്ലെങ്കിൽ ജോലിയുടെ ശമ്പളം കുറഞ്ഞു പോയി. ആമേൻ സ്തോത്രം, വിസയുടെ കാലാവധി തീർന്നു, പുതുക്കാൻ കഴിഞ്ഞില്ല, ഓരോ ദിവസം കഴിയുന്നോറും ഫൈൻ കൂടി വരുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. ആമേൻ സ്തോത്രം. ആമേൻ, വലിയ സ്റ്റാൻഡേർഡിൽ ജീവിച്ചതാ, നല്ല ഫുഡ് കഴിച്ചതാ, സ്റ്റാൻഡേർഡ് ഫുഡ് മാത്രം കഴിച്ച് ശീലിച്ച കുഞ്ഞുങ്ങളാ, അവർക്ക് സാധാരണ ഫുഡ് പറ്റത്തില്ല. പക്ഷേ പണം കയ്യിലില്ല, വീണ്ടും താഴേക്ക് സംഗതികൾ പോയി, കുബൂസും തൈരും മാത്രം കൂട്ടിക്കഴിക്കേണ്ട അവസ്ഥയിലേക്ക് താണുപോയാലും ഇന്ന് രാത്രി ഞാനൊരു ദൂത് വിളിച്ചു പറയാം, മുട്ടുമടക്കി ആത്മാവിൽ ആരാധിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ, ആ മണ്ഡലത്തിൽ നിന്ന് നിന്നെ പൊക്കിയെടുത്ത് രക്ഷിക്കുവാൻ നിന്റെ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്നവരെ കൈതട്ടി ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. നിന്റെ തകർച്ചയുടെ നടുവില് എന്നെ പറയുമ്പോഴവർ ഇതൊക്കെ എപ്പോൾ പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. ട്രംപ് 14 രാജ്യങ്ങളിലുള്ള രാജ്യക്കാർക്ക് വിസ നിഷേധിക്കാൻ പോവുക. ഒറ്റ പ്രഖ്യാപനം കിട്ടിയുള്ള ലിസ്റ്റൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. 14 രാജ്യങ്ങൾക്ക് ഇനി അമേരിക്കയിലേക്ക് കടക്കാൻ പറ്റത്തില്ല. അവിടെയുള്ള ആളുകൾക്ക് വിസ കൊടുക്കത്തില്ല. പുള്ളി ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ആ കൂടുതൽ ഇന്ത്യ ഉണ്ടാവും, ആർക്കറിയാം. സ്തോത്രം. നാളെ നമ്മളിവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു വരാം, പക്ഷെ നമ്മുടെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലാണ്. മനുഷ്യൻ്റെ കാലഗതികൾ ഹോവേ നിന്റെ കയ്യിലിരിക്കുന്നതാ. My times are in the hands of the Lord. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഓ റീബൽഖമാന ഭക്ഷ്യ. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, എനിക്ക് ഒരു കാര്യം മതി, എല്ലാം പോയാലും എല്ലാം തകർന്നാലും നിന്റെ സന്നിധി നഷ്ടമാകരുത്, നിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് എടുക്കരുത്. ഇതുണ്ടെങ്കിൽ ഹല്ലേലൂയ, എനിക്ക് ഉദ്ധാരണമുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ്. സ്തോത്രം. ഒന്ന് വായിച്ച് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഇവരങ്ങ് വിട്ട് ആരാധിക്കുന്നില്ല വാസേ, പോരാ. പ്രൈസ് ദി ലോർഡ്. കുറച്ചുകൂടെ മുമ്പോട്ട് കുറച്ച് പാവപ്പെട്ട സൗകര്യന്മാർ ഇവിടുന്ന് ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുന്നുണ്ട്. പുരുഷന്മാർ എങ്കിലും കനശാലികളാണ്. സ്തോത്രം. അച്ചായന്മാർ തല ഉലുക്കി കാണിക്കുന്നുണ്ട്, പോരാ. ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് അനങ്ങി ആരാധിക്കാമെങ്കിൽ ഒരു വിടുതൽ സഭയ്ക്കകത്തുണ്ടാകും. അന്ന് വായിച്ചേ 2 കൊരിന്ത്യർ 4:7 വായിച്ചേ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു. പരിശുദ്ധാത്മാവിനെ അതേ വിശേഷിപ്പിച്ചിരിക്കുന്നത് അത്യന്ത ശക്തി എന്നാണ്. ആമേൻ സ്തോത്രം. അൺസർച്ചബിൾ പവർ ഓഫ് ഗോഡ്. ആമേൻ. അൺമെഷറബിൾ പവർ ഓഫ് ഗോഡ്. അളക്കാനാകാത്ത ശക്തിയെ പരിശുദ്ധാത്മാവിൻ്റെത്. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതൊരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തി കൂടെയാ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം. ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം. പല വീടുകളിലും കേരളത്തിലെ വീടുകളത്തെ കാര്യമാണ്. ഒരു കുടുംബത്തിൽ പാർക്കുന്നവരാ, പക്ഷേ ഭർത്താവും ഭാര്യയും തമ്മിൽ മുക്കിലും മൂളിലും മാത്രമുള്ള സംസാരമില്ല. സ്തോത്രം. ആമേൻ. 2 മുറിയിൽ കിടപ്പ്. അങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ ഇപ്പോൾ ധാരാളം അവിടെയുണ്ട്. ആമേൻ. പുറം ലോകം നോക്കുമ്പോൾ അവർ ഭാര്യയും ഭർത്താവുമാണ്, പക്ഷേ അകത്ത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. സ്തോത്രം. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ നോ റിലേഷൻ എന്നാണ്. സ്തോത്രം. ആശയവിനിമയം ഇല്ലാത്തിടത്ത് ബന്ധങ്ങൾ നിലനിൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കൂടെ വസിക്കുവാൻ, ആമേൻ, നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ, നമ്മോട് സംസാരിക്കുവാൻ, നമ്മളെ നടത്തിപ്പ് തരുവാൻ, നമ്മളെ വഹിക്കുവാൻ, സഹായിക്കുവാൻ തൃത്വത്തിൽ 3-ാമന് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെങ്കിൽ ആമേൻ സ്തോത്രം. ആ ആത്മാവുമായിട്ട് നമുക്ക് എത്ര ബന്ധമുണ്ട്? ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ കൈയൊന്ന് പൊക്കിയാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ കൈയൊന്ന് പൊക്കിയാട്ടെ. തൻ്റെതായിട്ട് പോക്ക്, അഭിമാനത്തോടെ പോക്ക്. ആമേൻ
ആമേ റിഗൽ ഖമാന ഭാഷ. എന്നാൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, പരിശുദ്ധാത്മാവിന് നിങ്ങളെ കിട്ടിയോ? Question. Are you available in the hands of the Spirit of God? പരിശുദ്ധാത്മാവിന് നിങ്ങളെ കിട്ടിയോ? പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടോ? പരിശുദ്ധാത്മാവോട് നിങ്ങൾ സംസാരിക്കാറുണ്ടോ? പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് കാണാനുള്ള കണ്ണുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാനുള്ള കാതുണ്ടോ? നമുക്ക് ലജ്ജ തോന്നും, നമ്മൾ എന്നെ ബന്ധുക്കോസുകാരാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആത്മാവുള്ള അത്ര റിലേഷൻഷിപ്പ് നമുക്ക് എത്രയെന്ന് പറയാം. ഇവിടെ വന്നിരിക്കുമ്പോൾ കൈയടിച്ച് രണ്ട് അന്യഭാഷ പറയുന്ന റിലേഷൻഷിപ്പ്. അതിനുവേണ്ടി മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവ് തന്നിരിക്കുന്നത്. സ്തോത്രം. ഈ ആത്മാവ് ഒരു വ്യക്തിയാണ് തിരിച്ചറിഞ്ഞൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ അത്യന്ത ശക്തി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശക്തി എന്ന് പറയുന്നത് ആമേൻ ഒച്ചയിൽ പാടുന്നതല്ല. സ്തോത്രം. ഒച്ചയിൽ അന്യഭാഷ പറയുന്നതല്ല. ആമേൻ അതൊക്കെ അതിനൊരു ആമേൻ സ്തോത്രം ഔട്ട്വേർഡ് എക്സ്പ്രഷൻ എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ശക്തി ഉണ്ടോ എന്ന് തിരിച്ചറിയുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ആമേൻ ഹല്ലേലൂയ. ഈ സ്തോത്രം പാസ്റ്റർ എന്നെക്കായും പൊക്കമുള്ളൊരു മനുഷ്യനാ. സ്തോത്രം. ആരോഗ്യമുണ്ടെന്ന് ഞാൻ പറയുന്നു. ഞങ്ങൾ തമ്മിൽ ഗുസ്തി പിടിക്കാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ആ പവറുള്ള മനുഷ്യൻ, അത്രയും ആരോഗ്യമുള്ള മനുഷ്യൻ ഞാനുമായിട്ട് മല്ലയുദ്ധം നടത്തുമ്പോൾ അപ്പോഴാണ് എനിക്ക് എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് അറിയുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. മറ്റൊരു ശക്തിയുമായിട്ട് ഏറ്റുമുട്ടുമ്പോഴാണ് എനിക്ക് ശക്തി ഉണ്ടോന്ന് അറിയുന്നത്. സ്തോത്രം, സ്തോത്രം. ദേശത്തിൻ്റെ പോരാട്ടം, സാത്താന്യ ശക്തികൾ, അന്യാരാധന ബന്ധങ്ങൾ, ആമേൻ സ്തോത്രം, വെല്ലുവിളികൾ, കടഭാരം, ഞെരുക്കം, മനപ്രയാസം, ദുഃഖം എല്ലാം നിന്നെ അലട്ടുമ്പോൾ അതിൻ്റെ മുമ്പിൽ നീ തളർന്നു വീണാൽ നിനക്ക് ശക്തിയില്ല. അന്യഭാഷ പറയുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, ഉറക്കെ കൈയടിച്ചിട്ട് കാര്യമില്ല. നീ ആ പവറിന്റെ മീതെ കയറുന്ന ഒരു അഭിഷേകമുള്ളവളായി. ഹല്ലേലൂയ. നിന്നെ കീഴടക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മീതെ ആമേൻ ഹല്ലേലൂയ കയറി നിൽക്കുന്ന ഒരു അഭിഷേകം നിനക്ക് ഉണ്ടാകണമെങ്കിൽ ഈ രാത്രി ഹല്ലേലൂയ അതിനെ തോൽപ്പിക്കുന്നവരാണ് ശക്തിയുള്ളവർ. ഹല്ലേലൂയ. അതിനെ കീഴടക്കുന്നവരാണ് പവറുള്ളവർ. അവരാണ് ശക്തി ഏറ്റെടുത്തവര്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ശക്തി എവിടെയാ പകർന്നേക്കുന്നത്? ഈ ശക്തി ദൈവത്തിൻ്റെ ദാനമാണെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് എവിടെയുള്ളത്? മൺപാത്രത്തിലാണ് ഉള്ളത്. പൗലോസ് ഇത് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിത്രമുണ്ട്. അത് എഴുതുന്ന കാലത്ത് ബാങ്കില്ല, ലോക്കറില്ല. സ്വർണ്ണവും വെള്ളിയും പൊന്നൊക്കെ കരുതി വയ്ക്കുക ലോക്കർ നമുക്കൊന്നുണ്ട്, പക്ഷെ അതില്ല. ബാങ്കിൽ ലോക്കറില്ലാത്ത കാലത്ത് ശരി പൊന്നും വെള്ളിയും സ്വർണ്ണമൊക്കെ താലന്തും സ്വർണ്ണ നാണയം ഉണ്ടെങ്കിൽ എവിടെ വയ്ക്കും? പോയി ചെന്നിട്ട് ഒരു വലിയ മൺകൂജ മേടിക്കും. മൺകൂജ, മൺപാത്രം. അത് മേടിച്ചിട്ട് അതിനകത്തേക്ക് കുത്തി നിറച്ചിട്ട് ഒരു തുണി എടുത്ത് അതിൻ്റെ വായ മൂടിക്കെട്ടും. ഒന്നീ നിലത്തൊരു കുഴി ഉണ്ടാക്കി കുഴിച്ചിട്ട് ഒരു പല കൊണ്ട് മൂടി ഭദ്രമായി അവിടെ സൂക്ഷിക്കും. അല്ലെങ്കിൽ ഭിത്തിയിലൊരു ദ്വാരമുണ്ടാക്കി ഈ കൂജയെടുത്ത് അവിടെ വെച്ചിട്ട് ആമേനൊരു പല കൊണ്ട് അടച്ചിട്ട് തുണി കൊണ്ട് കർട്ടൻ കൊണ്ട് മൂടിയിടും. അതാ അവരുടെ ബാങ്ക്, അതാ അവരുടെ ലോക്കർ. മനസ്സിലായല്ലോ? ഇനി ഈ കുടത്തിന് തന്നെ വിലയുണ്ട്. നമുക്കൊരു വിലയിടാം. മണ്ണ് കൊണ്ടുണ്ടാക്കിയതല്ലേ, 50 രൂപ വിലയുണ്ട്. 50 രൂപ വിലയുള്ള കുടത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന പൊന്നിൻ്റെ വില എത്രയാ? കോടികളാ, കോടികളാ, കോടികളാ. ഇതിനോട് ഉപമിച്ച പറഞ്ഞേക്കുന്നത് ഈ മൺപാത്രത്തിനകത്തെ തന്നിരിക്കുന്ന നിക്ഷേപത്തിൻ്റെ വില നിനക്കൊന്ന് കണക്കാക്കാമോ? ഓ റിവൽ ഖമാന ഭക്ഷ്യ വിലയൊന്ന് കണക്കാക്കാമോ? ഈ രാത്രി ആ വിലയറിഞ്ഞവർ സന്തോഷത്തോടെ ദൈവത്തിന് കരങ്ങളടിച്ചൊന്ന് സ്വോത്രം പറഞ്ഞാട്. ഓ ഹല്ലേലൂയ. ഈ മൺപാത്രത്തിൽ ദൈവം വെച്ചിരിക്കുന്ന നിക്ഷേപം അതെത്ര വലിയതാണ്, അതെത്ര വലിയതാണ്, അത് വിലമതിക്കാനാകാത്തതാണ്. ഈ മൺപാത്രത്തിൽ തന്ന ദൈവത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്ക്.
തീർന്നില്ല, ശ്രദ്ധിച്ചേ. ഈ പാത്രം നിറച്ച് സ്വർണം പൊന്നുള്ളിയൊക്കെ ഇരിക്കുക, ഇതങ്ങ് കുടഞ്ഞിട്ടേക്കുക. വേണ്ട, കുടഞ്ഞിടുന്നതിന് മുമ്പ് ഈ പാത്രത്തിൻ്റെ അകത്ത് സ്വർണ്ണ നാണയങ്ങളും വെള്ളിയും പൊന്നും എല്ലാം നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ചായന്മാർ സ്തോത്രം പാട്ടുപാടുന്ന ടീമും ആമേൻ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കൂടെ എഴുന്നേറ്റ് വന്ന് 4 വശത്ത് നിന്നും ഈ കുടത്തി അങ്ങ് ഞെക്കുകയെന്ന് കയറി. ഇവിടുന്ന് ഒരാൾ ഞെക്കുന്നു, അവിടുന്ന് ഒരാൾ ഞെക്കുന്നു, ഇവിടുന്ന് ഒരാൾ ഞെക്കുന്നു, ഇവിടുന്ന് ഒരാൾ ഞെക്കുന്നു. ഒന്നും സംഭവിക്കുകയില്ല. പക്ഷെ അകത്തിരിക്കുന്നൊന്ന് കുടഞ്ഞ് മാറ്റിയിട്ട് ആ കാലിക്കുടത്തി ഒന്ന് ഞെക്കാമോ? 4 പേര് വേണ്ട, ഒറ്റയാളും അമർത്തിപ്പിടിച്ചാൽ ആ കുടം ഉടഞ്ഞു പോകും. ദൂത്, നീ പല പ്രതിസന്ധികൾ വന്നപ്പോഴും തകർന്നു പോകേണ്ട സ്ഥാനത്ത് ഉടഞ്ഞു പോകാതെ ഇന്നിവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ അകത്ത് ഈ നിക്ഷേപമുണ്ടായിരുന്നത് കൊണ്ടാണ്. നിന്റെ അകത്ത് ആത്മാവ് വ്യാപരിച്ചത് കൊണ്ടാണ്. ഓ ഹല്ലേലൂയ. ആ രോഗം വന്നപ്പോൾ, ആ ഞെരുക്കം വന്നപ്പോൾ, ഐസിയുവിൽ കയറിയപ്പോൾ, ഹല്ലേലൂയ, രക്ഷയിൽ നിന്ന് പലരും പറഞ്ഞപ്പോൾ, കോവിഡ് വന്നപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, കടഭാരം വന്നപ്പോൾ, ഞെരുക്കം വന്നപ്പോൾ, അവൻ പ്രതിസന്ധികൾ ഒന്നൊന്നായി കൊടുങ്കാറ്റ് പോലെ 4 വശത്ത് നിന്നും നിന്നെയും നിന്റെ കുടുംബത്തെ ഞെരുക്കിയപ്പോൾ ഉടഞ്ഞു പോകേണ്ട സ്ഥാനത്ത് നീ ഉടഞ്ഞു പോകാതെ ഇന്നും ജീവനോടെ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നെങ്കിൽ ഇതിന്റെ അകത്തു പകർന്ന അത്യന്ത ശക്തിയുടെ വ്യാപാരം കൊണ്ടാണെന്ന് തിരിച്ചറിയുന്നവരെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്ക്. നീ ഉടഞ്ഞു പോകേണ്ടതാ, നീ ഭൂമുഖത്ത് കാണേണ്ടതല്ല, നീ മരിച്ചു പോകേണ്ടതാ, നീ ഇല്ലാതെയാകേണ്ടതാ, നീ തകർന്നു പോകേണ്ടതാ. ഒന്നും നിന്നോട് അടുക്കാതെ തടഞ്ഞു നിർത്തിയത് ഈ നിക്ഷേപമാ, ഈ അകത്തിരിക്കുന്ന പവറാ. നിന്റെ ആരോഗ്യമല്ല, നിന്റെ ആൾബലമല്ല, നിന്റെ സ്വാധീനമല്ല. വായിച്ചേ, ഈ മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. പിന്നെ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും, അതുകൊണ്ട് ഈ നിക്ഷേപം അകത്തുള്ളത് കൊണ്ട് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നതാണ്. നമുക്ക് കഷ്ടമുണ്ട്, പക്ഷേ നമ്മളെ കണ്ട ആരും പറയില്ല. സ്തോത്രം. ഇടുങ്ങിയിരിക്കാൻ വന്നവരല്ല ഇന്ന്. സ്തോത്രം. ഇന്ന് ബ്രോഡായിട്ട് സന്തോഷത്തോടെ, ഹല്ലേലൂയ, ആമേൻ, സന്തോഷത്തോടെ ഇരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് കഷ്ടമുണ്ട്, പക്ഷെ ഇടുങ്ങിയിരിക്കുന്നില്ല, മുഖം വാടിയിരിക്കുന്നില്ല, മുഖം കയറ്റിയിരിക്കുന്നില്ല, മുഖം വീർപ്പിച്ചിരിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇടുക്കമില്ല. ഞങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ഞങ്ങളെ വിടുവിക്കുന്ന ഒരു കർത്താവുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇടുക്കമില്ല. അടുത്ത വാക്യം പെട്ടെന്ന് ഒഴിച്ചു പോകും, സമയമില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ആർക്കാ ബുദ്ധിമുട്ടില്ലാത്തത്? പക്ഷേ ഞങ്ങൾക്ക് നിരാശയില്ല. ഈ ശക്തി അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റുവാൻ കഴിയുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ എന്ത് ചെയ്യുന്ന തീർത്ത് തരുമെന്നാ ഒരു സഹോദരൻ പറഞ്ഞാണ്. ഓ, വിശ്വസിക്കാൻ സഹോദരൻ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. കൂടെ പല നിരാശപ്പെട്ടുണ്ടോ? ബുദ്ധിമുട്ടുള്ളവർ കടന്നു വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ബുദ്ധിമുട്ടേറിയ ചില ഭാരങ്ങളുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ആൻഡ് ഗ്ലോറി അവനത് തീർത്തു തരുന്ന ദൈവമാണെന്ന് ഈ രാത്രി വിശ്വസിച്ച് ഏറ്റെടുത്തോ. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന 7 ദിവസം തീരുന്നതിന് മുമ്പ് നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം, ഓ റിവൽ ഖമാന വിഷയം, നിന്നെ ബുദ്ധിമുട്ട് മാറ്റി നിന്നെ സന്തോഷം മുടിപ്പിക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണെന്ന് ഈ രാത്രി ദൈവാത്മാവിൽ ദൂത് പറയുമ്പോൾ ഏറ്റെടുത്ത് ആരാധിക്കട്ടെ. ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ബുദ്ധിമുട്ടുന്നവരെങ്കിലും ഞങ്ങൾക്ക് നിരാശയില്ല. പിന്നെ വായിച്ചാട്ടെ, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഈ ശക്തി അകത്തുള്ളതുകൊണ്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് കാണുമ്പോൾ എല്ലാവർക്കും 2 അടി അടിക്കാൻ തോന്നും. പെന്തക്കോസുകാരനെ കണ്ടാൽ ഓടിയ തെങ്ങുപുറത്തേക്ക് കയറുന്ന പോലെ കയറി അടിക്കുക. വടക്കേന്ത്യയിലൊക്കെ അത് സംഭവിക്കുന്നത്. പക്ഷേ അവർക്കൊരു കാര്യം അറിയില്ല. അവർ വിചാരിക്കുന്നുണ്ട് നമുക്ക് ചോദിക്കാനും പറയാൻ ആളില്ലെന്ന്. ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല, ഞങ്ങൾ അനാഥരല്ല,
ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ഒരു ന്യായാധിപൻ ഉയരത്തിലുണ്ടെന്ന്. സ്തോത്രം. ഓ, നീതിപതിയായ ഒരു ന്യായാധിപൻ ഉയരത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ മൗനമായിരിക്കുന്നു. പ്രതികാരം യഹോവയ്ക്കുള്ളത്. അത് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അടുത്ത അവസരം വായിച്ചു തീർത്തോ. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അവിടെ നിന്ന് നിൽക്കണമെന്നുണ്ട്. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ആൾക്കാർ പറഞ്ഞു അവൻ വീണു. പാപത്തിൽ വീണ കാര്യമല്ല. സ്തോത്രം. അവൻ വീണു, അവൻ്റെ കാര്യം പോക്കായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പെന്തക്കോസുകാർ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ പെട്ടെന്ന് പരിപാടി നടക്കുകയില്ല. ജാതികളായ ആൾക്കാർ ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ അവൻ ഓടിയോ ചെന്നു, ആ കാര്യങ്ങൾ കൊടുത്തു, അവൻ ആ കാര്യം ശരിയാക്കി അവരിറങ്ങി പോരും. പെന്തക്കോസുകാരൻ ചെല്ലുമ്പോൾ നീ നാളെ വാ. സ്തോത്രം. 10 പ്രാവശ്യം നടത്തിക്കാതെ ഒരു കാര്യം ചെയ്തു തരില്ല അച്ഛാ. സ്തോത്രം. അപ്പം നമ്മൾ ഈ പെന്തക്കോസുകാരെ നമ്മുടെ എന്താ കാര്യമുള്ളത്? നമ്മളെപ്പോലെ പ്രാർത്ഥിക്കണ ആരോ ഉള്ളത്? സ്തോത്രം. പ്രാർത്ഥിച്ചിട്ട് ഇതാ പരിപാടി. നിങ്ങൾക്കറിയണോ, ഒത്തോരും ആൾക്കാർ റോമിലേക്ക് കപ്പൽ കയറി ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞ് അവിടെ പോയി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് സന്തോഷത്തോടെ റോമിൽ നിന്ന് മടങ്ങി കപ്പൽ കയറി പോകുന്നു. പക്ഷേ ഏറ്റവും വലിയ പെന്തക്കോസുകാരൻ റോമിൽ പോയത് പലകെ പിടിച്ച് നീന്തിയ. കപ്പൽ തകർന്ന് കഷണങ്ങളായി തെറിച്ച് ഒരു പല കഷണം കിട്ടി നീന്തി നീന്തി കടലിൽ കൂടെ പോയി അദ്ദേഹവും കൂട്ടരും. സ്തോത്രം. നീന്തി കയറി വലിഞ്ഞു കയറിയത് ആമേൻ ഒരു ദ്വീപില, മെലിത്ത ദ്വീപ്. പ്രൈസ് ദി ലോർഡ്. ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതെന്താ അങ്ങനെ? ദൈവം ഒരു പദ്ധതിയുമില്ലാതെ ഒരു കഷ്ടം അനുവദിക്കുകയില്ല. ഒരു കഷ്ടത്തിലൂടെ നിന്നെ കടത്തിവിടുന്നെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ഒരു അനുഗ്രഹിക്കപ്പെട്ട പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. നീ കഷ്ടപ്പെടുന്ന കണ്ട് ചിരിക്കുന്നവനല്ല നിന്റെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. ആ കഷ്ടത്തിന്റെ പിന്നിൽ നിന്നെ കുറിച്ചൊരു വൻ പദ്ധതിയുണ്ട്. God has a great purpose about you. ദൈവത്തിന് ഇതിനെ കുറിച്ച് വലിയ പർപ്പസാണ് ഉള്ളത്. സ്തോത്രം. ഈ ഇടയ്ക്കിടയ്ക്ക് ആൾ പറയാറുണ്ട്, ഞാൻ ബർബരന്മാർക്കും യവനന്മാർക്കും കടക്കാരനാണെന്ന് പൗലോസ് പറയാറുണ്ട്. കർത്താവ് അതവിടെ കുറിച്ച് വെച്ചു. സ്തോത്രം. എന്നാൽ നീ ബർബരന്മാരുടെ അടുക്കലേക്ക് പോക്കോ. വായ കൊണ്ട് പറയുന്നത് നിറവേറ്റി തരുന്ന ദൈവത്തിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബർബരന്മാർ അന്ന് അസാധാരണതയെ കാണിച്ചെന്ന. സ്തോത്രം. നീന്തി അവിടെ കയറി ചെന്നപ്പോൾ ആമെ തണുത്ത് വരച്ചിരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ബർബരന്മാർ അസാധാരണതയെ കാണിച്ചു. സ്തോത്രം. സാധാരണ ആർക്കും ദയ കാണിക്കുന്നവരല്ല. പക്ഷേ ആ പ്രതിസന്ധിയുടെ നടുവിലും ഹൃദയം തണുപ്പിക്കുവാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി ദൂത് ഞാൻ വിളിച്ചു പറയാം. സാധ്യതയില്ലാത്ത കഠിന ഹൃദയരെന്ന് ഒരിക്കലും ചെയ്യില്ലെന്ന് വിചാരിച്ച ചില ആളുകളുടെ പക്കൽ നിന്ന് നിനക്ക് ചില അസാധാരണതയെ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഉടബലപക്ഷ്യ. ഈ ദൈവസഭയോടുള്ള ദൂതാണത്. സ്തോത്രം. ആമേൻ. ഒരിക്കലും നടക്കുകയില്ല, ഒരിക്കലും ചെയ്തു തരികയില്ലെന്ന് ആമേൻ സ്തോത്രം മുൻകൂട്ടി എഴുതി വെച്ച ചില അവസ്ഥകളുണ്ട്, ചില ഓഫീസുകളുണ്ട്. അവിടെ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ അസാധാരണതയെ വെളിപ്പെടുന്നു എന്ന് ഈ രാത്രി ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയുമ്പോൾ ഏറ്റെടുക്കുന്നവർ കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ ജോലി മണ്ഡലത്തിൽ ഒരു അസാധാരണതയെ വെളിപ്പെടുന്നു. നിന്റെ ജോലി മണ്ഡലത്തിൽ ഒരു അസാധാരണതയെ വെളിപ്പെടുന്നു. നിന്റെ ആപ്ലിക്കേഷനിൽ ഒരു അസാധാരണതയെ വെളിപ്പെടുന്നു. നിന്റെ പ്രൊമോഷനിൽ ഒരു അസാധാരണതയെ വെളിപ്പെടുന്നു. ടെർമിനേഷന്റെ മുമ്പിൽ ഒരു അസാധാരണതയെ വെളിപ്പെടുന്നു. ഇനി വഴിയില്ല, സാധ്യതയില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞതാ. പക്ഷെ അവിടെ നിന്ന് തന്നെ ഒരു അസാധാരണതയെ വെളിപ്പെടുന്നു. പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ നിന്ന് ചില വഴികൾ തുറക്കുന്നു എന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൂത് പറയുന്നു. സ്തോത്രം. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ, ഹല്ലേലൂയ. അവർ വിറക് പെറുക്കിക്കൂട്ടി, ആമേൻ, തീ കത്തിച്ചു. സ്തോത്രം. ആമേൻ. 10,270 ആൾക്കാർ പൗലോസിൻ്റെ കൂടെയുണ്ട്. അത്രയും പേർക്ക് തീ കൂട്ടണമെങ്കിൽ വലിയ ആഴി തന്നെ ഉണ്ടാക്കണം. അപ്പോസ്തലനായ പൗലോസ് വിറച്ചിരിക്കുന്നവനാണെങ്കിലും തണുത്തിരിക്കുന്നവനാണെങ്കിലും അവൻ സ്തോത്രം സ്വാർത്ഥതയോടുകൂടെ തീ കായാൻ വന്നിരിക്കുകയല്ല. അവനും വിറക് പെറുക്കിക്കൊണ്ടിരുന്നു.
ബർബർമാരുടെ വലിയൊരു കൂട്ടം അവിടെയുണ്ട്. കപ്പലിലുള്ള 10-270 ആൾക്കാർ കൂടെയുണ്ട്. ഇവരോടൊക്കെ അവിടെ കൂടിയിരിക്കുമ്പോഴും ഒരു അണലി ചാടി കയ്യിൽ പറ്റിയത് ആമേൻ പൗലോസിൻ്റെ കയ്യിലാണ്. സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്, എനിക്ക് മാത്രം എന്താണ് ഈ ശോധന, എനിക്ക് മാത്രം എന്താണ് ഈ വേദന, എനിക്ക് മാത്രം എന്താണ് ഈ ഭാരം, എനിക്ക് മാത്രം എന്താണ് ഈ പോരാട്ടം? അങ്ങനെ ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഈ പോരാട്ടത്തിന് പിന്നിൽ ഒരു കനത്തെ അഭിഷേകം നിനക്കുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. ആ വായു തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു ദൈവപ്രവർത്തി നിന്റെ മേലുള്ളത് കൊണ്ട്, ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ട്, ദൈവത്തിന് അഭിഷേകം നിന്റെ മേലുള്ളത് കൊണ്ടാണ് നിനക്കിപ്പോ ഈ പോരാട്ടമുള്ളത്. ദൈവത്തിന് അഭിഷേകം നിന്റെ മേലുള്ളത് കൊണ്ടാണ്. ഇദ്ദേഹം കണ്ടാൽ നല്ല സ്മാർട്ടല്ലേ? ഞങ്ങൾ അധികം സംസാരിച്ചൊന്നുമില്ല, ആദ്യമായിട്ട് കാണുകയും ചെയ്യുക. നല്ല സ്മാർട്ടാണ്, യങ്ങാണ് മാമേ. സ്തോത്രം. ആവേ സുന്ദരനാണ്. പക്ഷെ അതനുഭവിക്കുന്ന പോരാട്ടത്ര വലുതെന്നറിയാം. സ്തോത്രം. ഒരു കനത്ത അഭിഷേകമുള്ളത് കൊണ്ടാണ്. അഭിഷേകമുള്ളവർക്കൊരു പോരാട്ടമുണ്ട്. എല്ലാ വിശ്വാസങ്ങളോട് പറയാനൊക്കത്തില്ല, പറയത്തുമില്ല. ആത്മസംഘർഷത്തിൻ്റെ, മനപ്പീഡകളുടെ, പ്രാർത്ഥനാമുറിയിൽ ചൊരിയുന്ന കണ്ണുനീരിൻ്റെ അവസ്ഥകൾ ആമേൻ എന്താണെന്നറിയാമോ? ദൈവം ചൊരിഞ്ഞ അഭിഷേകത്തിൻ്റെ അടയാളമാണത്. ആ കരകളടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചു. നിന്റെ മേലൊരു അഭിഷേകമുള്ളത് കൊണ്ട്, നിന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്നത് കൊണ്ട് പോരാട്ടങ്ങളുണ്ട്. അസാധാരണമായ അണലികൾ നിന്റെ നേരെ കൈപ്പറ്റുമ്പോൾ ഇന്ന് രാത്രി ഭയപ്പെടരുത്, പരാതി പറയരുത്, നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. അതിന്റെ അഭിഷേകത്തിന്റെ തെളിവാണ്. ഇപ്പം ആൾക്കാർ പറഞ്ഞു വീണ് കിടക്കുന്നവരെങ്കിലും നശിക്കുന്നില്ല. ആൾക്കാർ പറഞ്ഞു ഈ പുള്ളി ഇത് എന്നെ സാധനമാണ്, ഈ പുള്ളി ഗതികെട്ടവൻ തല മൊട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിലൊക്കെ ഞങ്ങൾ മലയാളത്തിൽ എങ്ങനെയാണ് പറഞ്ഞത്? ഗതികെട്ടവൻ തല മൊട്ടയടിച്ചപ്പോൾ ആ കറക്റ്റ് ദിവസം കല്ലുമഴ പെയ്തു. ഒരു പ്രകാരത്തിലെ കടലിൽ നീന്തി പിടിച്ചിങ്ങോട്ട് കയറി, ജീവൻ തപ്പിപ്പിടിച്ച് കരയ്ക്ക് കയറിയപ്പോൾ ദേ കയ്യിൽ അണലി കയറി. അവർ പറഞ്ഞു ഇയാൾ കൊലപാതകം തന്നെയാണ്, ഇയാൾ നിസ്സാര പുള്ളിയല്ല, മഹാഭാവം ചെയ്തിട്ട് കയറി വന്നേക്കുന്നേ. സ്തോത്രം. ഇവനിപ്പോൾ ചാകും, ഇവൻ്റെ ശരീരം നീലിക്കും, ശരീരം കറുക്കും, മരിച്ച് വീർത്തുവിടെ കിടക്കും, ഡെഡ് ബോഡിയായി കിടക്കും. ആമേൻ. വിധി എഴുതി കാത്തിരിക്കുക വീണ് കിടക്കുന്നത് കാണാനായിട്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. എന്നാൽ അകത്ത് ഈ അത്യന്ത ശക്തി വ്യാപരിക്കുന്നത് കൊണ്ട്, അകത്തി അത്യന്ത ശക്തി വ്യാപരിക്കുന്നത് കൊണ്ട് മരണം കാണാൻ കാത്തിരുന്നവിടെ മുമ്പാകെ, ഡെഡ് ബോഡിയായി കാണാൻ കാത്തിരുന്നവിടെ മുമ്പാകെ, ആമെ ചത്ത് നീലിക്കുന്നത് കാണാൻ, കറുക്കുന്നത് കാണുവാൻ, വീണ് കിടക്കുന്നത് കാണുവാൻ കാത്തിരിക്കുന്നത് നടുവിൽ നിന്നുകൊണ്ട് അഭിഷേകത്താൽ, ആത്മനിറവിനാൽ ആ തീയിലേക്ക് ആ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞതുപോലെ ഇന്ന് രാത്രി ചില പ്രതിസന്ധികളെ ആത്മാവിൽ ആരാധിച്ച് കുടഞ്ഞു കളയുവാൻ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സഭയോട് ദൂത് പറയുക. ഒന്ന് കുടഞ്ഞുകള, ഒന്ന് കുടഞ്ഞുകള, ഒന്ന് കുടഞ്ഞുകള. അത് നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, ഭർത്താവിന്റെ മേൽ, ഭാര്യയുടെ മേൽ പറ്റിപ്പിടിച്ച പാമ്പിന്റെ വ്യാപാരത്തെ ഈ രാത്രി ആരാധിച്ച് കുടഞ്ഞു കളയാ. Praise the Lord. ചില തകർച്ചകളൊക്കെ വന്നേക്കാം. സാമ്പത്തിക മണ്ഡലത്തിൽ ചില വീണ് കിടക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം. പണ്ടത്തെ അത്ര വരുമാനമില്ലായിരിക്കാം. ഹല്ലേലൂയ. പക്ഷേ നീ നശിച്ചു പോകാൻ അവൻ സമ്മതിക്കുകയില്ല.
ഈ അത്യന്ത ശക്തി ഇതിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ഇതിലാണ് നീ ആരാധിക്കുന്നതെങ്കിൽ, ഈ ആത്മശക്തിയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ, ഈ ആത്മാവിലാണ് നീ നിറഞ്ഞു നടക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു. ചില താഴ്ചകൾ വന്നാലും ചില വീഴ്ചകൾ വന്നാലും നീ നശിച്ചു പോകുവാൻ നിന്റെ ദൈവം അനുവദിക്കുകയില്ല. ആശിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ദർശനം കാണാൻ കാത്തിരുന്നവരുടെ നടുവിൽ നിന്നെ ജയത്തോടെ അവൻ എഴുന്നേൽപ്പിക്കുന്ന ദിനങ്ങൾ വരുന്നു എന്ന് ദൈവാത്മാവിൽ ദൂത് പറയുമ്പോൾ ആത്മാവിൽ നിറഞ്ഞൊന്ന് ആരാധിച്ചോ. അവൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഓ ശബ്ദരേലപക്ഷിയ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. കുടഞ്ഞുകളോ, ഒന്ന് കുടഞ്ഞുകളോ. പറ്റിപ്പിടിച്ച പോരാട്ടങ്ങളെ, ആമേൻ, പ്രതിസന്ധികളെ, പോർവിളികളെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അത് വായിച്ചു തീർത്തേ. ഒരു ദൂരെ പറയാം. ഞാൻ 9 അവസാനിപ്പിച്ചേക്കാം. വായിച്ചോ താഴോട്ട്. യേശുവിന്റെ ജീവൻ. അത് വലിയൊരു ദൂത. ഞങ്ങളുടെ ശരീരത്തിൽ അത്യന്ത ശക്തിയുടെ മറ്റൊരു പേരാണ് ബ്രദർ യേശുവിൻ്റെ ജീവൻ. സ്തോത്രം. അപ്പം നമ്മൾ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ പേരെന്നാ? യേശുവിൻ്റെ ജീവൻ. സ്തോത്രം. എത്ര രുചികരമായൊരു വാടകല്ലേ. യേശുവിൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുക. രക്തസ്രവക്കാരി ഒന്ന് വസ്ത്രത്തെ തൊട്ടതേ ഉള്ളൂ, അവങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന്. ആ യേശുവിൻ്റെ ജീവൻ ഇപ്പം നമ്മളിലുണ്ടെന്ന് ഒരു സഹോദരൻ പറഞ്ഞാട്ടെ, സഹോദരൻ പറഞ്ഞാട്ടെ. നിന്നെ തൊടുന്നവര്, നിന്റെ അരികിൽ വരുന്നവര്, ആ യേശുവിന്റെ ജീവൻ അവരിലേക്ക് ഒന്ന് ഒഴുകുമോ, ഒന്ന് വ്യാപരിക്കുമോ? പക്ഷേ ദൈവമക്കൾ ആ ലെവലിലേക്ക് വളരണം. സ്തോത്രം. സുവിശേഷ വേല ഉപദേശിമാരുടെ മാത്രം പണിയൊന്നുമല്ല, എനിക്ക് പറയാനൊന്നും സമയമില്ല. സ്തോത്രം. അപ്പൊ യേശുവിന്റെ ജീവൻ നിങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. അപ്പൊ ശരീരത്തിൽ ഒളിച്ചിരിക്കണമെന്നാണോ? ശരീരത്തില് വെളിപ്പെടണം. ഈ ജീവൻ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ വെളിപ്പെടണമെന്ന്. ഹല്ലേലൂയ. ഈ ജീവനുള്ളവർ എത്ര ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. അത് ശരീരത്തിൽ വെളിപ്പെടാമോ ഇന്ന് രാത്രിയിലെ? ഹല്ലേലൂയ. ആ ജീവനൊന്ന് വെളിപ്പെടാമോ? ഹല്ലേലൂയ. ആ ജീവൻ ഉണ്ടോ നിനക്ക്? സ്തോത്രം. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ യേശുവിന്റെ ജീവനകത്തുള്ളവര് ഇന്നത്തെ ശരീരത്തിലൊന്ന് വെളിപ്പെടട്ടെ. ഉടബലപക്ഷിയ ഹല്ലേലൂയ. ശരീരത്തിലൊന്ന് വെളിപ്പെടട്ടെ, ശരീരത്തിലൊന്ന് വെളിപ്പെടട്ടെ. അത് കൈയടിക്കുമ്പോൾ മാത്രമല്ല, അങ്ങ് ഓഫീസിൽ ചെല്ലുമ്പോഴും വെളിപ്പെടണം. ഉടബലപക്ഷിയ സഹപ്രവർത്തന നടുവിൽ നിൽക്കുമ്പോൾ ആ ജീവൻ വെളിപ്പെടണം. ആമേൻ. കരഞ്ഞും കൂമിയും ഒരാൾ അടുത്ത് വരുമ്പോൾ ആ ജീവൻ വെളിപ്പെടണം. അവരോട് പറയണം, സ്തോത്രം, നിന്റെ പ്രശ്നത്തെ പരിഹാരം തരാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന്. ആമേൻ. ആ ശക്തി വെളിപ്പെടുന്നു വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പക്ഷെ ഇത് വെളിപ്പെടണമെങ്കിൽ ഒരു രഹസ്യം കൂടെ ചെയ്യണം. സ്തോത്രം. അടുത്ത വാക്യം. യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു, എന്നാലേ വെളിപ്പെടുള്ളൂ. യേശുവിൻ്റെ മരണം ശരീരത്തിൽ വഹിക്കണം. ഒരു പടയാളി വായ നിറച്ച് കഫം എടുത്തിട്ട് തുപ്പലും കഫവും കൂടെ ഒരു തുപ്പാണ് യേശുവിൻ്റെ മുഖത്തേക്ക്. അതാ നെറ്റിയിൽ ആഞ്ഞു പതിച്ചിട്ട് മൂക്കിലൂടെ ചെറിയിലൂടെ താഴോട്ടൊഴുകി വരുമ്പോൾ ഭാവവ്യത്യാസം പോലുമില്ലാതെ മരിച്ചവനെ പോലെ ഇരുന്നൊരുവനുണ്ട്. പ്രതികരിക്കാത്തൊരുവൻ എൻ്റെ യേശു. താടി രോമങ്ങൾ പിടിച്ച് വലിച്ച് ഒരു മനുഷ്യക്കീടം ആ ചെകിട്ടത്തെ അടിച്ചപ്പോൾ പ്രതികരിക്കാത്തൊരുവനുണ്ട് എൻ്റെ യേശു. ഒരു പന്ന ചുവന്ന തുണി അവനെ പുതപ്പിച്ചിട്ട് ഒരു ഉണക്കക്കോല് കയ്യിൽ കൊടുത്തിട്ട് തലയിൽ മുൾക്കിരീടം ആഞ്ഞ് വെച്ചിട്ട് കോല് കൊണ്ട് ആഞ്ഞടിച്ചിട്ട് അവർ ഹാ ഹാ എന്ന് യഹൂദന്മാർ രാജാവെ എന്ന് കളിയാക്കിയപ്പോൾ പ്രതികരിക്കാതെ മൗനമായിരുന്നൊരുവനുണ്ട് എൻ്റെ യേശു. ജോസിഫസ് പറയുന്നു, അതിലൊരു മുള്ള് തലയൊട്ടി തുളച്ചിറങ്ങിയ ഒരു കൃഷ്ണമണിയെ പുറത്ത് ചാടിച്ചെന്ന്. അവൻ്റെ മുഖം
അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപനായി എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം അതാ. ഉടവല പക്ഷെ പ്രതികരിച്ചില്ല. ക്രൂശിൽ കിടക്കുമ്പോൾ പോലും പ്രതികരിച്ചില്ല. സ്തോത്രം. അവസാന നിമിഷം വരെ പിശാച് സകലായുധം പ്രയോഗിച്ചു യേശുവിനെ കൊണ്ട് പ്രതികരിപ്പിക്കാനായിട്ട്. നിന്ദിച്ചു, പരിഹസിച്ചു, ആക്ഷേപിച്ചു, ഉപദ്രവിച്ചു, മുറിവേൽപ്പിച്ചു, വേദനിപ്പിച്ചു. ആമേൻ, സ്തോത്രം. പക്ഷേ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആ മരണം ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വഹിച്ചാലേ ജീവൻ വ്യാപരിക്കുകയുള്ളൂ. സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം. അർത്ഥം മനസ്സിലായ ഒരു വായി തുറന്ന് സ്വോത്രം പറ. ഇവിടെ പല പക്ഷേ ആ മരണം വഹിക്കാമോ? ഈ യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പരീക്ഷ വരും. സ്തോത്രം. അച്ചായൻ പറയും, എവിടെയാടി എൻ്റെ ഷൂസ്? ആമേൻ, സ്തോത്രം. എവിടെയാടി എൻ്റെ സോക്സ്? ആമേൻ, സ്തോത്രം. അമ്മ പറയാ, ആമേൻ, കാപ്പി താങ്കളുടെ കൈ കൊണ്ടുതരണം. ആമേൻ, സ്തോത്രം. വെള്ളം കൊണ്ടുതരണം. ആമേൻ, സോക്സ് വരെ ഞാൻ കൈ കൊണ്ടുതരണം. നിങ്ങളുടെ കയ്യിൽ എന്നെ വളയിട്ട് കാണോ? ആഹാ, അപ്പം നീ എന്നോട് വർത്തമാനം പറയാറായോടി? സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർന്നച്ചാ, ഉള്ള കൃപ പോയി. അവിടെ മരണം വഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഞായറാഴ്ച രാവിലെ ഈ പ്രധാനമായി ഈ രംഗം കരയേറുന്നത്. ഞായറാഴ്ച രാവിലെ ആരാ എനിക്ക് പറയാൻ നേരത്ത് കാറിൽ നിന്നൊരു പോര് കഴിഞ്ഞിട്ടാ ഹോളിലേക്ക് ഓടിക്കേറി വരുന്നത്. പിന്നെ എങ്ങനെ ജീവൻ വെളിപ്പെടാൻ? മരണം വഹിക്കുന്നവരിലാണ് ജീവൻ വെളിപ്പെടുന്നത്. ഓ റീബൽഖമാന ഭക്ഷ്യ. വായ പൂട്ടിയിരിക്കാൻ പഠിക്കാമോ? നാക്കടക്കി വെക്കാൻ പഠിക്കാമോ? പ്രതികരിക്കാതിരിക്കാൻ പഠിക്കാമോ? സ്തോത്രം പറയാൻ പഠിക്കാമോ? സഹിക്കാൻ പഠിക്കാമോ? ഈ രാത്രി സഹിക്കുന്നവരിലാണ് യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവജനം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കേണ്ടതിന് ഒന്ന് സഹിക്കാമോ? ഒന്ന് മരണം വഹിക്കാമോ? മരിച്ചവളെ പോലെ നിൽക്കാമോ? മരിച്ചവനെ പോലെ നിൽക്കാമോ? അല്ലാതെ ഒന്നും കൈയടിച്ച ജീവൻ വ്യാപരിക്കുകയില്ല. പാസ്റ്റ് ഇവിടെ നിന്ന് 3/4 മണിക്കൂർ പ്രബോധിപ്പിച്ചാൽ അനങ്ങാൻ പറ്റുകയില്ല. കാരണം ചത്തിരിക്കുകയല്ലേ. മരണം ശരീരത്തിൽ വ്യാപരിക്കാതെ ജീവൻ വ്യാപരിക്കുകയില്ല. എബ്രായലേഖൻ 2:9 പറഞ്ഞിരിക്കുന്നത് അവൻ മരണം ആസ്വദിച്ചെന്നാണ്. ഞാൻ പദവെന്നെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് പലപ്പോഴും. ഐസ്ക്രീം ആസ്വദിക്കാം, ബിരിയാണി ആസ്വദിക്കാം, പിന്നെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആസ്വദിക്കാം. ബ്രദർ, മരണം ആസ്വദിക്കാമോ? ആരെയും മരണം ആസ്വദിക്കുന്നു? അയ്യോ ബാബു, എനിക്ക് ഇവിടുന്ന് പോകണ്ടെന്ന് പറഞ്ഞല്ലോ ഇരിക്കുന്നു. മരണം കേൾക്കുമ്പോൾ പേടിയില്ലേ നമുക്ക്? എൻ്റെ യേശു മരണം ആസ്വദിച്ചവനാ. സ്തോത്രം പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. മരണം ആസ്വാദ്യകരമാകുന്ന എപ്പോഴാണെന്നറിയാവോ? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കുമ്പോഴാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. എന്നെ സ്നേഹിച്ചതുകൊണ്ട് എൻ്റെ യേശു മരിച്ചത് അങ്ങനെ അവൻ ആസ്വദിച്ചു. ക്രൂശിൽ കിടക്കുമ്പോൾ ആമേൻ, സ്തോത്രം, ആമേൻ, കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് ആ നാട്ടിലെ സ്ത്രീകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു മയക്കുമരുന്ന. ഈ ക്രൂശീകരണം സാധാരണ കാര്യമാണ്. ക്രൂശി കിടക്കുന്നത് ചീത്ത പറയും, ബഹളമുണ്ടാക്കും, അപ്പനും അമ്മയും വിളിക്കും, നാട്ടുകാരെ മൊത്തം ചീത്ത പറയും, പട്ടാളക്കാർ തെറി പറയും. അങ്ങനെ അലറി വിളിച്ച് കാറി കൂവി അവർ മരിക്കുന്നത്. ഇത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു മയക്കുമരുന്ന് പോലുള്ള സാധനം ആ വീഞ്ഞിനകത്ത് കലർത്തിയിട്ടാണ് ഇവർക്ക് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ ചീത്ത പറഞ്ഞ നിന്നെ കിടക്കും. അങ്ങനെ അങ്ങ് മരിച്ചുകൊള്ളും. യേശുവിന് അത് കൊടുത്തപ്പോൾ യേശുവിനത് കുടിക്കാൻ മനസ്സായില്ല, കുടിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പുളിച്ച വീഞ്ഞ് ഓടത്തണ്ടിന്മേലാക്കി കൊടുത്തപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുടിച്ചു. എൻ്റെ യേശു മയങ്ങി ബോധം കെട്ട് മരിക്കാൻ വന്നവനല്ല, അവൻ ആസ്വദിച്ച് മരിക്കാൻ വന്നവനാ.
എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ മരണം ശരീരത്തിൽ വഹിക്കുന്നവർ, ആമേൻ, ജീവൻ വ്യാപരിക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്നവർ ഇത് രാത്രി കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഓ, യേശുവിന്റെ ജീവൻ വ്യാപരിക്കേണ്ടതിന്, ഓ, നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകേണ്ടതിന്, നീ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകേണ്ടതിന്, ദേശത്തിന്റെ കെട്ടഴിയേണ്ടതിന്, നിന്റെ കുഞ്ഞിന്റെ രോഗം മാറുവാൻ, ഓ സമുദായ കോട്ടകളുടെ മതിലിടിയുവാൻ, ജാതീയ കോട്ടകളുടെ മതിലിടിയുവാൻ, ആളുകൾ കൂട്ടമായി സഭയിലേക്ക് കടന്നു വരുവാൻ നിന്നിൽ ജീവൻ വ്യാപരിക്കട്ടെ, നിന്നിൽ ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ വ്യാപരിക്കുമ്പോൾ ജീവനുള്ളിടത്ത് ചലനമുണ്ടാകും. ചലിക്കുന്നിടത്ത് ചലിക്കുന്ന സഭ വളരും. ആത്മാവിൽ ചലിക്കുന്ന സഭ വളരുന്നത് ആളെണ്ണം കൂടുമ്പോഴല്ല, സഭയ്ക്കകത്തുള്ളവരിൽ ക്രിസ്തു നിറയുമ്പോഴാണ് സഭ വളരുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. സഭയ്ക്കകത്തുള്ളവരിൽ ക്രിസ്തു നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ, യേശുവിന്റെ ജീവൻ നിറയട്ടെ. ഈ സഭ വളരാൻ പോകുകയാ. കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്കാം. ഓ ആത്മാവിനെ അനുസരിച്ച് നടക്കുക, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിറവേറ്റുകയില്ല. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ശക്തമായി പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിക്കുവാൻ, യേശുവിൻ്റെ ജീവൻ ശരീരത്തിൽ വെളിപ്പെടുത്തുവാൻ, കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രിയിൽ എന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. ഞങ്ങളുടെ ആത്മാവിനാൽ എന്നെ നയിച്ചു കൊള്ളണമേ. ഈ നിമിഷം മുതൽ ഞാൻ ആ തീരുമാനമെടുക്കുന്നു. തീരുമാനിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പോവുകയാണ്. ഞാൻ ഈ നിമിഷം മുതൽ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ മരണത്തെ ഞാൻ വഹിക്കും. യേശുവിൻ്റെ മരണം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കും. യേശുവിൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ ഞാൻ വെളിപ്പെടുത്തും. വഹിക്കുന്നവന് വെളിപ്പെടുത്താനുള്ള കൃപ പകരുന്നവനായ പരിശുദ്ധനായ ദൈവം ഇന്ന് രാത്രി കൂടെ പ്രഭു നിന്റെ മേൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ കൂട്ടത്തിൻ്റെ മേൽ വ്യാപരിക്കുകയാണ്. ശക്തമായി പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് ഇടപെട്ടതിനായി, സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളിൽ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയെ നിറയ്ക്കണമേ. അങ്ങയുടെ അഭിഷേകത്തെ ഞങ്ങളിൽ നിറച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനം കേൾക്കപ്പെട്ട, വചനം ഏറ്റെടുത്ത അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ശിശാൽ ഞങ്ങളുടെ തലമുറകളും അതുപോലെ ജീവിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ആമേൻ. സഹിപ്പാൻ, വഹിപ്പാൻ, ക്ഷമിക്കാൻ, പൊറുക്കാൻ കർത്താവേ ഞങ്ങളെ ഉപയോഗിക്കണമേ, സഹായിക്കുമാറാകണമേ. ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഭവനങ്ങൾ കടന്നു എന്ന് കർത്താവേ, പിശാചൊരുക്കുന്ന ഏതൊരു പരീക്ഷയെയും ജയിക്കാൻ അമിതമായ കൃപ നിറച്ചു കൊടുത്താണ് കർത്താവേ. ഞങ്ങളെ ശുശ്രൂഷ, ഞങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശുശ്രൂഷയിൽ ശക്തമായി വീണ്ടും ഉപയോഗിക്കുമാറാകണമേ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മയുടെ നാമത്തിൽ ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ എല്ലാവരും നിറയപ്പെടട്ടെ. നാളെ ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവേ, സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ, വീണ്ടും ശക്തിയോടെ